ബൈബിൾ സർവേയിൽ ഒന്ന് ദിനവൃത്താന്തമാണ് ഇന്ന് പരിശോധിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 1-2 ദിനവൃത്താന്തങ്ങളും എസ്ര നെഹമ്യ പുസ്തകങ്ങളും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് പൊതുവായിട്ടുള്ള ഒരു അവലോകനമാണ് നമ്മൾ നടത്തിയത്. 1 ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം പ്രത്യേകം ആ പുസ്തകങ്ങൾ എങ്ങനെ ആണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമുക്കിന്ന് കുറച്ച് സമയം പരിശോധിക്കുന്നതിനായിട്ട് ദൈവസേനയിൽ അടുത്ത് വരാം. ദിനവൃത്താന്ത പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ദേവാലയം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവാലയം. രാജാക്കന്മാരുടെ പുസ്തകത്തിലും ശമൂവേലിൻ്റെ പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ആവർത്തനമാണ് ദിനവൃത്താന്ത പുസ്തകത്തിലുള്ളത്. എന്നാൽ ആ പുസ്തകങ്ങളിൽ സിംഹാസനം കേന്ദ്രീകൃതമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ സെൻറ്റർ ആയിട്ട് വരുന്നത് ദൈവാലയമാണ്. ദൈവാലയത്തിൻ്റെ സവിശേഷത എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുക. ഇറ്റ് ഈസ് ദി സിംബൽ ഓഫ് ദി യൂണിറ്റി ഓഫ് ദി നേഷൻ. അവർ 2 രാഷ്ട്രങ്ങളായിട്ട് പിരിഞ്ഞെങ്കിലും ആരാധിക്കാൻ വരുമ്പോൾ അവർ ഏകാഗ്ര ഹൃദയത്തോടെ ഒരു ആലയത്തിൽ വേണം കൂടി വരാനായിട്ട്. അതുമാത്രമല്ല, ആലയത്തിൽ ആരാധനയ്ക്ക് വരുമ്പോൾ അവരെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ ഉന്നതമായിട്ടുള്ള വിളി, ദ ഹൈ കോളിംഗ്, ആൻഡ് ഓൾസോ ദി പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ട്. ദൈവം തിരഞ്ഞെടുത്ത ജനത്തിൻ്റെ കൂടെ ദൈവ സാന്നിധ്യം ഉണ്ട്. ഈ 3 കാര്യങ്ങളാണ് ആലയം അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആലയം പണിയാനായിട്ട് രാജാക്കന്മാരെടുത്ത താല്പര്യം എന്താണെന്നുള്ളതാണ് ദിനവൃത്താന്ത പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് 1 ദിനവൃത്താന്തം ആദ്യം അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കിയതിന് ശേഷം 2 ദിനവൃത്താന്തത്തിലേക്ക് പോകാം. 1 ദിനവൃത്താന്തത്തിൻ്റെയും 2 ദിനവൃത്താന്തത്തിൻ്റെയും കോമൺ സ്ട്രക്ചർ ഞാൻ നേരത്തെ തന്നെ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 1 ദിനവൃത്താന്തം സമം 2 ശമൂവേൽ ,2 ശമൂവേൽ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഓർക്കുമെന്നറിയാനാ സമം വെച്ച് ഞാൻ നിർത്തിയത്. അപ്പോൾ 2 ശമൂവേൽ സമമെന്നും അന്നേരം പറഞ്ഞായിരുന്നു. 2 ശമൂവേൽ സമം ദാവീദിൻ്റെ വാഴ്ചയുടെ കാലം. അപ്പോൾ ദാവീദിൻ്റെ വാഴ്ചയുടെ കാലഘട്ടമാണ് 1 ദിനവൃത്താന്തത്തിലെ ഇതിവൃത്തം. പ്ലസ് ആദ്യത്തെ 9 അധ്യായങ്ങളിൽ കുറച്ച് വംശാവലികൾ ചേർത്തിട്ടുണ്ട്. ഈ വംശാവലിയിലാണ് ആദാം മുതൽ നെഹമ്യാവ് വരെയുള്ള പ്രവാസം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിനവൃത്താന്ത പുസ്തകം എന്ന് പറയുന്നത് രാജാവിൻ്റെ സദസ്സിലിരുന്ന് കുറേ കാര്യങ്ങൾ മാത്രം എഴുതി വച്ചിരിക്കുന്ന പുസ്തകമല്ല എന്നും മറ്റനേകം പുസ്തകങ്ങൾ നോക്കിയിട്ടാണ് ഈ പുസ്തകം എഴുതിയതെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും നിങ്ങളിപ്പോൾ ഓർക്കും എന്ന് ഞാൻ കരുതുന്നു. 2 ദിനവൃത്താന്തത്തിൽ അതുപോലെ തന്നെ ശലോമോൻ്റെ വാഴ്ചയുടെ കാലഘട്ടവും ഈ ജനങ്ങൾ ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോയതുമാണ് പറഞ്ഞിരിക്കുന്നതെന്നും പൊതുവെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഞാനത് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം. 1 ദിനവൃത്താന്തത്തിൻ്റെ ആകെ 29 അധ്യായങ്ങളാണ് ഉള്ളത്. 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ ഒരു വംശാവലിയാണ് നമ്മൾ കാണുന്നത്, ഒരു നീണ്ട വംശാവലി. ആദാം മുതൽ ഒരു പക്ഷേ നമ്മളാരും വായിക്കാത്ത 9 അധ്യായങ്ങൾ അല്ലേ? ഞാൻ പറഞ്ഞപ്പോൾ ആരും കേട്ടില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഒരിക്കലും വായിക്കാൻ താല്പര്യപ്പെടാത്ത 9 അധ്യായങ്ങൾ. കാരണം ആ അധ്യായങ്ങളിൽ മുഴുവൻ ഇങ്ങനെ പേരുകളാണ്. ഈ പേരുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നു. നമുക്ക് പരിചയമുള്ള ഒരു പേരും ഇല്ല. അതുകൊണ്ട് സാധാരണഗതിയിൽ കുറച്ച് വായിച്ച് കഴിയുമ്പം പേജ് പെട്ടെന്ന് ഇങ്ങനെ അറിയാതെ മറിഞ്ഞു പോകും. വേഗം വായിച്ച് തീർക്കാം, പുസ്തകം വേഗം വായിച്ച് തീരും. കാരണം വായിക്കുന്നില്ല, ഇങ്ങനെ മറിച്ച് വിട്ടാൽ മതി. പക്ഷേ ആ വംശാവലിയുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് തന്നെ നോട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പീപ്പിൾ ഓഫ് ദ ലോഡ്. ദൈവം തിരഞ്ഞെടുത്ത ജനത്തിൻ്റെ ഒരു തന്തുവാണ്, അല്ലെങ്കിൽ ഒരു ചരടാണ് നമ്മൾ കാണുന്നത്. ആദാം മുതൽ ഇങ്ങോട്ട് നമ്മൾ ട്രേസ് ചെയ്ത് വരുമ്പോൾ പഴയ നിയമം മുഴുവനും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ചരിത്രമാണ്. ഹിസ്റ്ററി ഓഫ് നോട്ട് ദ ഹോൾ ഹ്യൂമൻ വേൾഡ് ബട്ട് ഹിസ്റ്ററി ഓഫ് ദി ചോസൺ റേസ്. ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ചരിത്രമാണ് പഴയ നിയമ ചരിത്രം എന്ന് പറയുന്നത്. ആദ്യത്തെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ 11 അധ്യായത്തിൽ മാത്രമേ 2000 കൊല്ലത്തെ ചരിത്രം പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ചു എന്ന് പറയുന്നിടം മുതൽ അങ്ങോട്ട് നമ്മൾ കാണുന്നത് ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ ചരിത്രമാണ്. അപ്പം ആദാം മുതൽ 2 ലൈൻ ഉണ്ടെന്നുള്ളത് ബൈബിൾ സർവേ പഠിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആദാം മുതൽ നമ്മളിങ്ങോട്ട് വന്നാൽ ഹാബേൽ കായീൻ, ഹാനോക്ക്, നോഹ, അവരുടെ സമകാലികർ, അബ്രഹാം, ലോത്ത്, ഇസഹാക്ക്, ഇസ്മായേൽ, യാക്കോബ്, ഏശാവ്, ജോസഫ്, സഹോദരന്മാർ. ഇങ്ങനെ 2 ലൈനാണ് ഡെവലപ്പ് ചെയ്ത് അവസാനം വെളിപ്പാട് പുസ്തകത്തിൽ എത്തുമ്പോൾ ദൈവത്തോട് കൂടെ വന്ന ലൈൻ നിത്യജീവനിലും, പിശാചിൻ്റെ കൂടെ ദൈവത്തിനെതിരായിട്ട് വന്ന ലൈൻ
എവിടെയും വരുന്നു? അഗ്നിയിൽ, തീപ്പൊയ്കയിൽ വന്ന അവസാനം. ഇതാണ് ബൈബിൾ ചുരുക്കത്തിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവജനത്തിൻ്റെ വംശാവലി ഏത് കുടുംബത്തിൽ കൂടി കടന്നാണ് ഇങ്ങനെ പഴയ നിയമത്തിൽ മുഴുവൻ പോയതെന്നുള്ളതാണ് ഈ 9 അധ്യായങ്ങളിലെ വിഷയം. ഞാൻ പിന്നീട് 9 അധ്യായങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ വായിപ്പിക്കാം, അവിടുന്ന് ഇവിടുന്നൊക്കെ. അങ്ങനെയെങ്കിലും ആ അധ്യായത്തിലെ ചില പേരുകളെങ്കിലും വായിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം 1 മുതൽ 9 വരെ വംശാവലി, 10 മുതൽ 12 വരെ ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദാവീദ്, ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച ദാവീദ്, അനോയിൻറ്റഡ് ഓഫ് ദ ലോർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവം അവനെ അഭിഷേകം ചെയ്തതും രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നതുമായ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ വിഷയം ആർക്ക് ഓഫ് ദ ലോർഡ്, നിയമപ്പെട്ടകം. കാരണം ദാവീദിന് രാജസ്ഥാനത്ത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വിഷമമുണ്ടാക്കിയ ഒരു കാര്യം നമുക്കറിയാം. ഞാൻ അരമനയിൽ പാർക്കുന്നു, ദൈവത്തിൻ്റെ പെട്ടകം തിരശ്ശീലയ്ക്കകത്ത് ഇരിക്കുന്നു, അതുകൊണ്ട് അത് കൊണ്ടുവരണം, അത് ഒരു മാന്യമായ സ്ഥലത്ത് കൊണ്ടുവന്ന് വയ്ക്കണം എന്നുള്ള ആഗ്രഹം അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് ആ പെട്ടകം കൊണ്ടുവരുന്നു. പെട്ടകം കൊണ്ടുവരുമ്പോൾ ദാവീദ് ഡാൻസ് ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാം. ആ സംഭവങ്ങളാണ് 13 മുതൽ 16 വരെ. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെറുതായിട്ട് വായിച്ചിട്ടുണ്ട്. എൻ്റെ റെപ്പറ്റീഷനാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. 17 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം ദാവീദിനോട് ചെയ്ത കവനൻ്റാണ്. കാരണം ദാവീദിന് ദൈവത്തോട് ഇത്ര അധികം താല്പര്യം ഉണ്ടായപ്പോൾ ദൈവത്തിന് ദാവീദിനോടും താല്പര്യമുണ്ടായി. വെൻ യു ടേക്ക് ഇൻട്രസ്റ്റ് ഇൻ ഗോഡ്, ഗോഡ് ഓൾസോ ടേക്സ് ഇൻട്രസ്റ്റ് ഇൻ യു. നമ്മളിൽ താല്പര്യമുണ്ടായി. എന്നിട്ട് ദാവീദിനോട് ദൈവം ഒരു ഉടമ്പടി ചെയ്തു. ഞാൻ നിനക്കൊരു ഗൃഹം പണിയും, നിൻ്റെ ഗൃഹത്തിൽ ഒരാൾ രാജാസനത്തിൽ ഇരിക്കുവാനില്ലാതെ വരികയില്ല. ഇത് നേരത്തെ നമ്മൾ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ചുകൂടെ ഇലാബറേറ്റഡ് വേർഷനാണ് 17 മുതൽ 21 വരെ നമ്മൾ കാണുന്നത്. പിന്നെ 22 to 29, 22 മുതൽ 29 വരെ ടെമ്പിൾ ഓഫ് ദ ലോർഡ്, ദൈവാലയത്തിൻ്റെ നിർമ്മാണമാണ്. അതിന് നിർമ്മാണം നടത്തിയത് ദാവീദ് അല്ലെന്ന് നമുക്കറിയാം. കാരണം ദൈവം ദാവീദിനോട് പറഞ്ഞു, അത് പണിയുന്ന നല്ല കാര്യമാണെങ്കിലും നീ അല്ല അത് പണിയേണ്ടത്, കാരണം നീ രക്തം ചൊരിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിൻ്റെ മകനാണത് പണിയുക. പക്ഷേ നിനക്കതിനാവശ്യമായിട്ടുള്ള വസ്തുവകകളൊക്കെ ശേഖരിച്ച് വെക്കാം. അപ്പോൾ ആ കളക്ഷൻ ഓഫ് മെറ്റീരിയൽസാണ് കാണുന്നത്. സോ ദിസ് ഈസ് ഫസ്റ്റ് ക്രോണിക്കിൾസ്. 1 ദിനവൃത്താന്തം നമ്മളിപ്പോൾ 5 ഭാഗങ്ങളായിട്ട് തിരിച്ചു. 1 വംശാവലി 1 മുതൽ 9 വരെ. 2 ദൈവത്തിൻ്റെ അഭിഷിക്തൻ 10 മുതൽ 12 വരെ ദാവീദ്. 3 ദൈവത്തിൻ്റെ പെട്ടകം 13 മുതൽ 16 വരെ. 4 ദൈവത്തിൻ്റെ ഉടമ്പടി 17 മുതൽ 21 വരെ. 5 ദൈവത്തിൻ്റെ ആലയം 22 മുതൽ 29 വരെ. കിട്ടിയല്ലോ. അപ്പോൾ ഇനി അതിൻ്റെ ഇലാബറേഷനിലേക്ക് ഞാനിപ്പോൾ തന്നെ വരും. അതിന് മുമ്പ് 2 ദിനവൃത്താന്തം കൂടി ഇങ്ങനെ ഒന്ന് പറഞ്ഞേക്കാം. കാരണം ഇത് രണ്ടും ഒരു ഒഴുക്കിലിങ്ങ് വരേണ്ടതാണ്. അതുകൊണ്ട് 2 ദിനവൃത്താന്തം, നമുക്ക് 2 ദിനവൃത്താന്തം എടുക്കുമ്പോൾ ആകെ 36 അധ്യായങ്ങളാണ് ഉള്ളത്. അതിൽ ആ 36 അധ്യായങ്ങളെ 2 മേജർ ഭാഗങ്ങളായിട്ട് തിരിക്കാം. 1 മുതൽ 9 വരെ, 10 മുതൽ 36 വരെ. ഇങ്ങനെയാണ് 2 ദിനവൃത്താന്തത്തെ തിരിക്കേണ്ടത്. 1 to 9 and 10 to 36. 1 മുതൽ 9 വരെയും 10 മുതൽ 36. 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിലെ വിഷയം ശലോമോൻ്റെ വാഴ്ചയുടെ കാലം. 1 ദിനവൃത്താന്തത്തിൽ ആരുടെ വാഴ്ചയായിരുന്നു? ദാവീദിൻ്റെ. എന്തിനാണത് പറഞ്ഞത്? വരട്ടെ. ആലയം പണിക്കായിട്ട് ദാവീദ് ചെയ്ത എഫേർട്ടുകൾ നമ്മൾ കാണാൻ വേണ്ടി. അപ്പോൾ ഇപ്പം അടുത്തതായിട്ട് പറഞ്ഞത് ശലോമോൻ്റെ വാഴ്ചയുടെ 40 കൊല്ലം. എന്തിനാണത് പറഞ്ഞത്? ആലയം പണിയുന്നത്. കാരണം ആലയമാണല്ലോ ഇവിടുത്തെ വിഷയം. ആലയം പണിയാൻ അദ്ദേഹം എടുത്ത ശ്രമവും അത് പ്രതിഷ്ഠിച്ച കാര്യമൊക്കെയാണ്. പിന്നീട് 10 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ദിനവൃത്താന്തത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞത് ഓർക്കുക. ഇസ്രായേലിനെ കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം ആലയം എവിടെയല്ല, ഇസ്രായേലിലല്ല. ഇസ്രായേലും യഹൂദയും രണ്ടായതായിരിക്കും. ഓർമ്മയുണ്ടോ? ഉണ്ട്. ഓക്കെ. ഇസ്രായേലിൽ എത്ര ഗോത്രമുണ്ട്? ഈ ചോദ്യം ഇപ്പോൾ പ്രതീക്ഷിച്ചില്ല എന്ന് എനിക്കറിയാം. ഇസ്രായേലിൽ എത്ര ഗോത്രമുണ്ട്? 10 12 ആരൊക്കെയോ പറയുന്നുണ്ട്. 10 ഗോത്രമുണ്ട്. യഹൂദയിൽ എത്ര ഗോത്രമുണ്ട്? ഇത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയിപ്പിച്ചുകൊണ്ടിരിക്കും, എന്നാലേ നിങ്ങൾക്കിത് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ഇസ്രായേൽ വടക്കോ തെക്കോ? വെരി ഗുഡ്. യഹൂദ തെക്ക്. ഇസ്രായേലിൻ്റെ ക്യാപിറ്റൽ ശമരിയ അല്ലെങ്കിൽ ശേഖേം. യഹൂദയുടെ ക്യാപിറ്റൽ യെരുശലേം. ഇസ്രായേലിൽ എത്ര രാജാക്കന്മാർ ഭരിച്ചു? 19 രാജാക്കന്മാർ. എത്ര കൊല്ലം ഭരിച്ചു? 250. യഹൂദയിൽ എത്ര രാജാക്കന്മാർ ഭരിച്ചു? 20 രാജാക്കന്മാർ 300 വർഷം. ഇസ്രായേൽ ഭരിച്ച രാജാക്കന്മാരെല്ലാവരും
പല കുടുംബങ്ങളിൽ നിന്ന് വന്നപ്പോൾ യഹൂദ ഭരിച്ച രാജാക്കന്മാർ ഒറ്റ കുടുംബത്തിൽ നിന്നാണ് വന്നത്. ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്ന് മാത്രമാണ് വന്നതെന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് പറയുന്നത്. 10 മുതൽ 36 വരെയുള്ള അധ്യായത്തിൽ നമ്മൾ യഹൂദയുടെ മാത്രം ചരിത്രമാണ് കാണുന്നത്. ഹിസ്റ്ററി ഓഫ് ജുഡേയ ടിൽ ക്യാപ്റ്റിവിറ്റി, അവർ പ്രവാസത്തിലേക്ക് പോകുന്നത് വരെയുള്ള കാലഘട്ടം. കഴിഞ്ഞ ക്ലാസ്സിൽ 36-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളും എസ്രായുടെ പുസ്തകത്തിൻ്റെ 1-ാം വാക്യവും ഒന്ന് തന്നെയാണെന്നുള്ളത് കണ്ടത് ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ഈ പുസ്തകങ്ങളെല്ലാം തുടർച്ചയായിട്ട് ഒരൊറ്റ പുസ്തകം തന്നെ ആയിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അത് പല പുസ്തകങ്ങളായിട്ട് തിരിക്കുകയാണ് ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിനവൃത്താന്തം 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം 1 മുതൽ 9 വരെ ശലോമോൻ്റെ വാഴ്ച, രണ്ടാമത്തേത് 10 മുതൽ 36 വരെ ശലോമോന് ശേഷമുള്ള യഹൂദയുടെ ചരിത്രം, പ്രവാസം വരെ. ഇനി കുറച്ചും കൂടി പറയാനുണ്ട്. ഈ 1 മുതൽ 9 വരെയുള്ള ശലോമോൻ്റെ വാഴ്ചയുടെ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാം അധ്യായത്തിൽ ശലോമോൻ്റെ പ്രാർത്ഥന. ശലോമോൻ ദൈവത്തോട് എന്തിനാണ് പ്രാർത്ഥിച്ചത്? ജ്ഞാനത്തിനായിട്ട് പ്രാർത്ഥിച്ചു. ദൈവം എന്തു വേണമെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ശലോമോൻ എന്താ പറഞ്ഞത്? എനിക്ക് ജ്ഞാനം ഉള്ളൊരു ഹൃദയം തരണം. ആ പ്രാർത്ഥനയാണ് 1-ാം അധ്യായത്തിൽ. 2 മുതൽ 7 വരെയുള്ള അധ്യായത്തിൽ ശലോമോൻ ദേവാലയം പണിയുന്നതിൻ്റെ ചരിത്രമാണ്. ഹി ബിൽസ് ദ ടെമ്പിൾ, ആലയം പണിയുടെ വിശദാംശങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 8 മുതൽ 9 വരെയുള്ള അധ്യായത്തിൽ സോളമൻ ഇൻ ഓൾ ഹിസ് ഗ്ലോറി എന്ന് വേണമെങ്കിൽ പറയാം. ശലോമോൻ്റെ സർവ്വമഹത്വത്തോടും കൂടെ നമ്മൾ ശലോമോനെ കാണുക. അപ്പം ശലോമോൻ്റെ വാഴ്ചയിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1 അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, 2 ആലയം പണി, 3 അദ്ദേഹത്തിൻ്റെ മഹത്വം. ഏതെല്ലാം മേഖലകളിൽ ശലോമോൻ മഹത്വമുള്ളവനായിരുന്നു? 1-ാം അധ്യായത്തിൽ പ്രാർത്ഥന, 2 മുതൽ 7 വരെയുള്ള അധ്യായത്തിൽ ആലയം പണി, 8, 9 അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം, പ്രതാപം. ഇതാണ് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ 10 മുതൽ 36 വരെ. 10-ാം അധ്യായത്തിൽ ഡിവിഷൻ ഓഫ് ദ കിങ്ഡം, ഈ സാമ്രാജ്യം വിഭജിക്കപ്പെടുന്ന കാര്യം ഒരു പ്രാവശ്യവും കൂടി എടുത്ത് പറയുന്നു. 11 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളിൽ വിഭജനത്തിന് ശേഷം ഭരിച്ച 20 രാജാക്കന്മാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എളുപ്പം കാര്യം സോൾവായി കേട്ടോ. 10 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. 10-ാം അധ്യായത്തിൽ ഡിവിഷൻ, സാമ്രാജ്യ വിഭജനവും, 11 മുതൽ 36 വരെ വിഭജിക്കപ്പെട്ട സാമ്രാജ്യത്തെ ഭരിച്ച 20 രാജാക്കന്മാരുടെ ചരിത്രവും അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. അവസാനം 36-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോൾ അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. പിന്നീട് കോരശ് രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ദൈവം കോരശിൻ്റെ മനസ്സുണർത്തിയപ്പോൾ മടങ്ങിപ്പോരാനുള്ള അവസരം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാണ് പുസ്തകം നിർത്തുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഏത് പുസ്തകം? എസ്ര. കാരണം എസ്ര തുടങ്ങുന്നത് ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ അവസാനത്തെ സെൻറ്റൻസുകൾ തന്നെ പറഞ്ഞുകൊണ്ടാണ്. വായിക്കണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും വായിച്ചതും ഓർമ്മയുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് 1 ദിനവൃത്താന്തത്തിലേക്ക് വരാം. അപ്പോൾ ഈ രണ്ടും കൂടെ ചേരുമ്പോൾ 1ഉം 2ഉം ദിനവൃത്താന്തമായി. നമുക്കിനി 1 ദിനവൃത്താന്തത്തിലേക്ക് വന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ആ യൂണിറ്റൊക്കെ ഒന്ന് ഓർത്തോണം. 1 ദിനവൃത്താന്തം 1 മുതൽ 9 വരെ എന്താണ് വിഷയം? വംശാവലി. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു, പീപ്പിൾ ഓഫ് ദ ലോഡ്, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പട്ടികയാണ് ഈ വംശാവലിയിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഫാമിലി ട്രീ ആണ്. വംശാവലി എന്ന് പറഞ്ഞാൽ ഈ വംശങ്ങളെല്ലാം ഒരു ഫാമിലിയിൽ ഒരാളിൽ നിന്നാണ് ഇങ്ങനെ ഉണ്ടായി വരുന്നത്. സോ ദ ഫാമിലി ട്രീ ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് ഓഫ് ഇസ്രായേൽ മക്കളുടെ തുടക്കവും വളർച്ചയും മാനവജാതിയുടെ തുടക്കവും വളർച്ചയും എല്ലാം ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം ഒരു മനുഷ്യനിൽ നിന്ന് ഭൂതലത്തിലൊക്കെയും കുടിയിരുപ്പാൻ സകല മനുഷ്യരെയും ഉളവാക്കി. വിശ്വസിക്കണം. പൊട്ടിത്തെറിച്ച് അവിടെ ഇവിടെയൊക്കെ കുരങ്ങന്മാരുണ്ടായി, കുരങ്ങന്മാരുടെ വാല് പോയി, അങ്ങും ഇങ്ങുമൊക്കെ മനുഷ്യരുണ്ടായെന്നല്ല, ദൈവം ഒരു മനുഷ്യനിൽ നിന്ന്. സോ ദ ഫാമിലി ട്രീ ഗോസ് ബാക്ക്. ഇതിങ്ങനെ നമ്മൾ മാനവജാതിയെ മടക്കി കൊണ്ടുപോയാൽ എവിടെ ചെല്ലും? ആദാമിലെത്തും. എന്തിനാ അങ്ങനെ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ ആദാമിൽ എല്ലാവരും മരിക്കുന്നു, ക്രിസ്തുവിൽ എല്ലാവരും
ജീവിക്കുന്നു. അപ്പോൾ ഈ ഒരേ പാറ്റേണിലാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ദ ഹോൾ ഫാമിലി ട്രീ ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് ഇസ്രയേൽ ബിഗിൻസ് വിത്ത് എ മാൻ ആൻഡ് ഹിസ് നെയിം ഈസ് ആഡം. ആദാം എന്ന് പറയുന്ന ഒരാളിൽ നിന്നാണ് ഇത് മുഴുവൻ തുടങ്ങുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഒന്നാം വാക്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് ഒന്നുകൂടെ വായിക്കുകയാണെങ്കിൽ ആദാം, ശേത്ത്, ഏനോശ്, കണ്ടോ, അങ്ങനെയാണ് അതിങ്ങനെ താഴേക്ക് വരുന്നത്. അപ്പം ആദാമിൽ തുടങ്ങിയിട്ട് ആദാം ഇങ്ങനെ ഏദൻ തോട്ടത്തിന് വെളിയിൽ വന്നു. എന്നിട്ട് എല്ലാവരുടെയും ചോദ്യമാണ്, കായീന് കല്യാണം കഴിക്കാൻ ഭാര്യ എവിടുന്ന് കിട്ടി? അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാറുണ്ട്, ലോകത്തിൽ ജനിച്ച മനുഷ്യരുടെ മുഴുവൻ പേര് എഴുതുന്ന പുസ്തകമല്ല വേദപുസ്തകം. അങ്ങനെ എഴുതാൻ പോയാൽ അല്ലാഞ്ഞിട്ട് തന്നെ വലിയ പുസ്തകമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജനിച്ച എല്ലാ മനുഷ്യരുടെയും പേരല്ല ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില മനുഷ്യരുടെ പേരാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അവർ പുറത്ത് വന്നപ്പോൾ തന്നെ പെറ്റുപെരുകാനും ധാരാളം മക്കൾ ഉണ്ടാകാനും തുടങ്ങി. അങ്ങനെ ഉണ്ടായ എല്ലാ മക്കളുടെയും കഥയൊന്നും വേദപുസ്തകം പറയുന്നില്ല. കായീനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ കാരണം ഹാബേലിനെയും കായീനെയും നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് അവരിൽ നിന്ന് നമുക്കൊരു കാര്യം പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് അത് കാണിച്ചു തന്നത്. ഹാനോക്കിനെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തെക്കുറിച്ചൊരു കാര്യം, ഹാനോക്കിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു മനുഷ്യൻ മാത്രമല്ല, ദെയർ വർ സോ മെനി പീപ്പിൾ. ആൻഡ് 11ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇവർ ഭൂമിയിലെല്ലാം നിറഞ്ഞു എന്നാണ്. അങ്ങനെ പോയ എല്ലാവരുടെയും പേരുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ വല്യപ്പച്ചന്മാരുടെയും ഒക്കെ പേര് വരേണ്ടതായിരുന്നു. അങ്ങനെ ജനിച്ച ആളുകളുടെ മുഴുവൻ പേരെഴുതുന്ന പുസ്തകമല്ല. പിന്നെ നമുക്ക് വല്യപ്പച്ചൻ്റെ പേരില്ലെന്ന് പറയാൻ ഒക്കുമല്ലോ. നമ്മുടെ വല്യപ്പച്ചനാണ് ആര്? ആദാം. അപ്പം എല്ലാം കൊണ്ടുവന്ന് ആദാമിൽ വെക്കാമെന്ന് പറഞ്ഞല്ലോ. 1ാം അധ്യായം തുടങ്ങുമ്പോൾ ആദാമിൻ്റെ വംശപാരമ്പര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആദാം, ശേത്ത്, ഏനോശ്, കേനാൻ, മഹലേൽ, യാരേദ്, ഹനോക്ക്, മെഥൂശലഹ്, ലാമാക്ക്. അത്രയും പേരുകൾ മാത്രമാണ് ആദാമിൻ്റെ പരമ്പരകളുടെ പട്ടികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം ആദാമിൻ്റെ പിൻഗാമികളായിട്ട് 2000 കൊല്ലം പല കാര്യങ്ങൾ നടന്നിട്ടുള്ളതായിട്ട് അബ്രഹാം ജനിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ. എന്നാൽ വളരെ കുറച്ച് പേരുടെ പേരുകൾ മാത്രമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പേരുകൾ പറഞ്ഞിട്ട് നോഹയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നോഹയുടെ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രളയം വരികയും ഈ ലോകത്തിലുണ്ടായിരുന്ന നോഹയുടെ കുടുംബം ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ മാറ്റപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദൈവം ഒരു പുതിയ ബിഗിനിങ് നോഹയുടെ കാലഘട്ടത്തിൽ ആരംഭിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് ആദാം, നോഹ. നിങ്ങൾ അധ്യായം തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ 1ാം വാക്യത്തിൽ ആദാം, 4ാം വാക്യത്തിൽ നോഹ, 27ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 26, 27 വാക്യത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം. അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് ഇങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുക. ആദം, നോഹ, അബ്രഹാം. അബ്രഹാം കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളിലേക്ക് വന്നിട്ട് ഇസഹാക്ക്, അങ്ങനെ യാക്കോബിൻ്റെ മക്കൾ, അതങ്ങനെ തുടർന്ന് പോകുന്നു. ആ ഡീറ്റെയിൽസ് എല്ലാം താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ആദം മുതൽ നോഹ വരെയുള്ള ആളുകളുടെ കാര്യം വളരെ ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുന്നു. അവിടെ ഒരു ലൈൻ ഓഫ് പീപ്പിൾ ദൈവത്തെ സേവിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതും മറ്റുള്ളവർ പിശാചിൻ്റെ കൂടെ ദൈവത്തെ സേവിക്കാതെ വേറൊരു വഴിക്ക് പോകുന്നതും നമുക്ക് കാണാം. നോഹയുടെ കാലം വന്നു കഴിഞ്ഞപ്പോൾ നോഹയ്ക്ക് 3 മക്കൾ ഉണ്ടായതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം നോഹ ഷൂട്ട്സ് ഔട്ട് ഇൻറ്റു 3 എന്ന് വേണമെങ്കിൽ പറയാം. അതാരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഷേം, ഹാം, യാഫത്ത്. പിന്നീട് ഷേമിൻ്റെ മക്കൾ, ഹാമിൻ്റെ മക്കൾ, യാഫത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് പാരഗ്രാഫ് തിരിഞ്ഞു പോവുക ചെയ്യുന്നത്. അപ്പോൾ നോഹയ്ക്ക് 3 പ്രധാനപ്പെട്ട മക്കളും 3 കൈവഴിയായിട്ട് ഈ ജനങ്ങൾ ലോകത്തിൽ മുഴുവൻ വ്യാപിക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് 1ാം അധ്യായത്തിൻ്റെ 19ാം വാക്യം വായിച്ചാൽ, 1ാം അധ്യായത്തിൻ്റെ 19ാം വാക്യം വായിച്ചാൽ, ഏബേരിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തിന് പേലെഗ് എന്നു പേര്. അവൻ്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞു പോയത്. അപ്പം നോഹയുടെ കാലത്ത് പ്രളയം വന്ന് എല്ലാ മനുഷ്യരും ഇല്ലാതായി പോയതിന് ശേഷം 3 കൈവഴിയായിട്ട് ജനങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പിരിഞ്ഞു പോയത് ഈ കാലഘട്ടത്തിലായിരുന്നു എന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോഹയുടെ 3 മക്കളുടെ 3 കൈവഴികളാണ് ലോകത്തിലെ അന്നറിയപ്പെട്ടിരുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും, ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും എല്ലാം പിരിഞ്ഞു പോയത് എന്ന് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് തുടർമാനമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ നിയമത്തിലെത്തി അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ 3 കുടുംബത്തിലും പെട്ട ആളുകളെ ദൈവം രക്ഷിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യാഫത്ത് എന്ന് പറയുന്ന ആളുടെ വംശപാരമ്പര്യത്തിൽ പിൽക്കാലത്ത് ഉണ്ടായ ആളാണ് കൊർന്നെല്യോസ്. അപ്പോസ്തല പ്രവൃത്തി 10ാം അധ്യായം. കൊർന്നെല്യോസ്, അങ്ങനെ ആളെ പരിചയമുണ്ടല്ലോ.
അതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇത്ര പണിയെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലിരുന്ന് പണിയാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളുടെ പഠനത്തിനായിട്ട് ഞാനത് വിടുകയാണ്. ഹാം എന്ന് പറയുന്ന ആളുടെ കുടുംബത്തിൽപ്പെട്ടയാളാണ് എത്യോപ്യക്കാരനായ ഷണ്ണൻ. ഷേമിൻ്റെ കുടുംബത്തിൽപ്പെട്ടയാളാണ് 9-ാം അധ്യായത്തിൽ കാണുന്ന പൗലോസ്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 8-9 അധ്യായം എടുത്തു വെച്ചാൽ 8-ാം അധ്യായത്തിൽ ഹാമും, 9-ാം അധ്യായത്തിൽ ഷേമും, 10-ാം അധ്യായത്തിൽ യാഫത്തും കിടപ്പുണ്ട്. എങ്ങനെയാണെന്നുള്ളതൊരു നല്ല എക്സസൈസ് ആയിരിക്കും. നിങ്ങളൊന്ന് പണിത് നോക്കുകയാണെങ്കിൽ, പഠിച്ച് നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും. അവിടെ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പത്രോസ് പ്രസംഗിച്ചത് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ കൈക്കൊള്ളുന്നവരെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഇപ്പോൾ ഞാൻ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഞാൻ മാനസാന്തരപ്പെടുന്നു എന്നാണ് പത്രോസ് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പ്രഖ്യാപിച്ചത്. അങ്ങനെയാണെങ്കിൽ ദൈവം ഒരു ലൈനിൽ കൂടി ആളുകളെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞത് അവരെ മാത്രം രക്ഷിക്കാനല്ല, അവരിൽ കൂടി യേശു ലോകത്തിൽ വരാൻ വേണ്ടിയാണ്. യേശു ലോകത്തിൽ നമ്മൾ ഈ ഇസ്രായേൽ മക്കളെ ദൈവം എന്തിന് തിരഞ്ഞെടുത്തു എന്നുള്ളതിനെക്കുറിച്ച് പണ്ട് പഠിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം പഠിച്ചപ്പോൾ 3 കാരണങ്ങളാണ്. 1, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ കയ്യിൽ വാങ്ങുക. 2, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാം. 2, ആ പ്രമാണം അനുസരിച്ച് ജീവിച്ച് കാണിക്കുക. 3, അവരിൽ കൂടി യേശു ലോകത്തിൽ വെളിപ്പെടുക. നമ്മളെക്കുറിച്ചും ദൈവത്തിന് അത് തന്നെയാണ് ഉദ്ദേശം എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവർക്ക് വേണ്ടി ഇപ്പോൾ ഒന്നുകൂടെ പറയുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ 1, ദൈവത്തിൻ്റെ പ്രമാണം, ദൈവത്തിൻ്റെ പുസ്തകം കയ്യിലെടുക്കുക. മാനസാന്തരപ്പെട്ടപ്പോഴാണ് അത് സംഭവിച്ചത്. ഈ പ്രമാണം അനുസരിച്ച് ജീവിക്കുക, നമ്മളിൽ കൂടി അനേകർ യേശുവിനെ കാണുക. ഇതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഈ പറഞ്ഞേക്കുന്ന വംശാവലി യേശു വരാൻ വേണ്ടി ദൈവം ഏത് ലൈനിലാണ് ആളുകളെ ഒരുക്കിയതെന്നുള്ളതാണ്. മറ്റവരെ എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞു എന്നല്ല അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വന്നിട്ട് അവിടെ യാഫത്തിൻ്റെയും ഹാമിൻ്റെയും കുടുംബത്തിലുള്ളവരെയും അവൻ രക്ഷിച്ചു, അവന് മുഖപക്ഷം ഇല്ല എന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലായി കാണും. അതെന്താണെന്ന് ചോദിച്ചാൽ, ആദാമിൻ്റെ സന്തതി പരമ്പരകൾ ഇങ്ങനെ ഷൂട്ട് ഔട്ട് ചെയ്ത് പോയെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ബ്രാഞ്ചാണ് യഹൂദന്മാർ, ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിലൊക്കെ കാണുന്ന ആളുകൾ. മറ്റേ ബ്രാഞ്ച് യാഫത്ത് എന്ന് പറയുന്നത് ആരായിരുന്നാ പറഞ്ഞത്? കൊർന്നല്യോസിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ കൊർന്നല്യോസൊക്കെ ഉള്ളത് ഇറ്റലി പട്ടാളക്കാരനാണ്, ഇറ്റാലിയൻ സോൾജിയറായിരുന്നു. അപ്പം ആ യൂറോപ്യൻ ഏരിയയിൽ താമസിക്കുന്ന നിങ്ങൾ ലോകത്തിൽ മനുഷ്യന്മാർ പ്രചരിച്ചതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററി ഓഫ് റേസസ് പഠിച്ചാലും തിരക്കേടില്ല. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഷണ്ണൻ എവിടെ നിന്ന് വന്നയാളാണ്? ഹാം ആഫ്രിക്കയിൽ നിന്ന് വന്ന, എത്യോപ്യ. അപ്പം ഇങ്ങനെയാണ് യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും ആഫ്രിക്കയിലും ഒക്കെ ജനങ്ങൾ പിരിഞ്ഞു പോയെന്നുള്ളത് പോലും അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വംശാവലി നിങ്ങൾ വായിക്കാൻ തുടങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് 1-ാം അധ്യായത്തിൽ ഈ 3 പേരുടെ കാര്യമാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒരു വംശമാണ് ആദാമിൻ്റെ മക്കളിൽ ഒരു വംശം, തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ് എവിടെ വന്നത്? ഇസ്രായേലിൽ, മിഡിൽ ഈസ്റ്റിൽ. വേറൊരു ലൈനാണ് യൂറോപ്പിൻ്റെ ഇതര ഭാഗങ്ങളിലേക്കൊക്കെ, അല്ലെങ്കിൽ ഏഷ്യയിലെ, യൂറോപ്പിലെ, ആഫ്രിക്കയിലെ. നോൺ വേൾഡ് അതായിരുന്നു. പിന്നെ അമേരിക്കയും ഓസ്ട്രേലിയയും പിന്നീടാണ് കണ്ടുപിടിച്ചത്. നിങ്ങൾ ജോഗ്രഫിക്കൽ എക്സ്പ്ലറേഷൻസ് എന്ന് പറയുന്ന ഒരു ലെസൺ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ, അല്ലെങ്കിൽ പണ്ട് സ്കൂളിൽ പഠിച്ചതുപോലെ ഓർമ്മയുണ്ടെങ്കിൽ, ഹിസ്റ്ററി ജോഗ്രഫി ഓർമ്മയുണ്ടെങ്കിൽ, ഭൂമിശാസ്ത്രമായ പര്യവേഷണങ്ങൾ നടന്നപ്പോഴാണ് പിൽക്കാലത്ത് ചില ഭൂഖണ്ഡങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അതിനു മുമ്പ് ആളുകൾക്ക് ഉണ്ടായിരുന്ന ധാരണ ഏഷ്യയും യൂറോപ്പും മാത്രമേ ഉള്ളൂ എന്നാണ്, ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളും. അപ്പോൾ ആ ഭാഗങ്ങളിലേക്കൊക്കെ ആദാമിൻ്റെ സന്തതി പരമ്പരകൾ എങ്ങനെ പ്രചരിച്ചു എന്നുള്ളത് ഈ പുസ്തകം പഠിച്ചാൽ കാണാൻ സാധിക്കും. ഷേം, ഹാം, യാഫത്ത്. ആ പേരുകളെങ്കിലും ഒന്ന് പഠിച്ചു കേട്ടോ. ഷേം, ഹാം, യാഫത്ത്. ഈ 3 പേരാണ് ഏഷ്യയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ഒക്കെ ആളുകൾ ഉണ്ടാകുവാൻ കാരണമായത്. അത് കഴിഞ്ഞിട്ട് ഷേം മുതൽ താഴേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ വീണ്ടും അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ പൊതുവേ നമ്മളൊരു വംശാവലി തയ്യാറാക്കുമ്പോൾ, അല്ലെങ്കിൽ പൊതുവേ ഒരു അവകാശം നിർണ്ണയിക്കുമ്പോൾ നമുക്കൊരു പാറ്റേൺ ഉണ്ട്. വംശാവലി തയ്യാറാക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഈ രാജാക്കന്മാരാകുമ്പോഴൊക്കെ ആണെങ്കിൽ ലോ പ്രൈമോജനീച്ചർ എന്ന് പറയും. ഇപ്പം എൻ്റെ ശേഷം എനിക്കൊരു മൂത്ത മകനുണ്ടെങ്കിൽ ആ മകനായിരിക്കും രാജസ്ഥാനത്ത് വരുന്നത്. അതാണ് പ്രൈമോജനീച്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവകാശം എങ്ങനെ തീരുമാനിക്കും? ഒരാൾക്ക് പല മക്കളുണ്ട്, ആര് സ്ഥാനത്ത് വരണമെന്നുള്ളത് എങ്ങനെ തീരുമാനിക്കും? ഒന്നുകിൽ മൂത്തയാൾ അല്ലെങ്കിൽ
ഇളയാൾ. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് ഏത് ക്രമത്തിലാണ് എഴുതുന്നതെന്ന് ചോദിച്ചാൽ മൂത്ത ക്രമം വെച്ചിട്ടാണ് എഴുതുന്നത്. മൂത്ത മകൻ എന്നാണ്. നമുക്കപ്പം പുസ്തകം വായിച്ച് ഒന്ന് നോക്കാം. 5-ാം അധ്യായം, 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. അപ്പോൾ നമ്മൾ പതുക്കെ 5-ാം അധ്യായത്തിലേക്ക് പോയെന്ന് വിചാരിക്കണ്ട, ഞാൻ 2-ലേക്ക് തിരിച്ചു വരും. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ. അവനല്ലോ ആദ്യജാതൻ. എങ്കിലും അവൻ തന്റെ പിതാവിന്റെ ശയ്യയെ അശുദ്ധമാക്കിയത് കൊണ്ട് അവന്റെ ജ്യേഷ്ഠാവകാശം ഇസ്രായേലിന്റെ മകനായ യോസഫിന്റെ പുത്രന്മാർക്ക് ലഭിച്ചു. വംശാവലി ജ്യേഷ്ഠാവകാശ പ്രകാരം എണ്ണുവാനുള്ളതല്ല. വംശാവലി ജ്യേഷ്ഠാവകാശ പ്രകാരം. അപ്പോൾ പ്രശ്നമായല്ലോ. ഉള്ളതാണെന്നാണ് അവർ ധരിച്ചിരുന്നത്. പക്ഷെ ദൈവം പറയുകയാണ് വംശാവലി ജ്യേഷ്ഠാവകാശ പ്രകാരം എഴുതുവാനുള്ളത് അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശേം ജ്യേഷ്ഠനായിരുന്നോ എന്ന് പരിശോധിക്കണം, ഇസഹാക്ക് ജ്യേഷ്ഠനായിരുന്നോ എന്ന് പരിശോധിക്കണം. ദൈവം തിരഞ്ഞെടുത്ത പല ആളുകളും മൂത്ത പുത്രന്മാർ അല്ലായിരുന്നു. ആണോ? മൂത്ത പുത്രന്മാരോട് ഇരിപ്പുണ്ടെങ്കിൽ ആരും വിഷമിക്കൊന്നും വേണ്ട. ദൈവം മൂപ്പ് നോക്കിയിട്ടല്ല. നമുക്ക് മൂപ്പൊക്കെ തോന്നും. ചില വീടുകളിൽ ജ്യേഷ്ഠനെ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ ജ്യേഷ്ഠന് ഭയങ്കര ടെൻഷനും വിഷമമൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാനാണ് ചേട്ടനെന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഈ ലോകത്തിലെ ജ്യേഷ്ഠനല്ല ദൈവത്തിൻ്റെ ജ്യേഷ്ഠൻ. ദൈവത്തിൻ്റെ ജ്യേഷ്ഠനുണ്ടെന്നല്ല പറഞ്ഞത്. ദൈവം ജ്യേഷ്ഠനായിട്ട് കാണുന്നത്, ദൈവം കാര്യമായിട്ട് കാണുന്നത് ഇറ്റ്സ് നോട്ട് ബർത്ത്, ഇറ്റ്സ് ഇലക്ഷൻ. നമ്മുടെ ജന്മം കൊണ്ടല്ല, തെരഞ്ഞെടുപ്പ് കൊണ്ടാണ്. ദൈവം ആരെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഇസ്മായേലാണോ ഇസഹാക്കാണോ ആദ്യം ജനിച്ചത്? ആരാ ചേട്ടൻ? പക്ഷേ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പോയത് ആരിലേക്കാണ്? ഇസഹാക്കിലേക്കാണ്. യാക്കോബാണോ ഏശാവാണോ ചേട്ടൻ? ഏശാവ്. പക്ഷേ ദൈവം തിരഞ്ഞെടുത്തത് ആരെയാണ്? അപ്പോൾ പിശാച് ഇപ്പോൾ എല്ലാം ജ്യേഷ്ഠന്മാരിൽ കൂടി മാത്രമേ ഇങ്ങനെ ദൈവം പോകുള്ളായിരുന്നെങ്കിൽ പിശാച് എന്ത് ചെയ്തേനെ? ചേട്ടന്മാരെ എല്ലാം കൊന്നു കളഞ്ഞേനേയും. അല്ലെങ്കിൽ ചേട്ടന്മാരെ എല്ലാം നശിപ്പിച്ചാൽ യേശു വരാതെ ഇരുന്നേനേയും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരൊറ്റ പാറ്റേണിലെ ദൈവം പോകുകയുള്ളെങ്കിൽ ആ പാറ്റേണിൽ കയറി ഒരു പ്രോബ്ലം ഉണ്ടാക്കിയാൽ പിന്നെ ദൈവം നിസ്സഹായനായി പോകും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ ദൈവം പിശാചിനേക്കാളൊക്കെ വലിയ ബുദ്ധിമാനാണ്. കാരണം പിശാച് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്. അവന് പരിമിതമായ അറിവ് മാത്രമേ ഉള്ളൂ. അവൻ സർവ്വജ്ഞാനിയൊന്നുമല്ല. ഇവൻ എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതൊക്കെ നമ്മുടെ ദൈവത്തിന് നേരത്തെ അറിയാവുന്നത് കൊണ്ട് നമ്മുടെ പിള്ളേരുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം പിശാചിനെ വെട്ടിച്ച് പോകുന്നതാണ്. നമ്മൾ വെട്ടിച്ച് പോകാമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? പിള്ളേരിങ്ങനെ കളിക്കുമ്പോൾ വെട്ടിച്ചു എന്നെ പിടിക്കാമോ എന്ന് നോക്കാൻ പറയാറില്ലേ എന്ന് പറഞ്ഞതുപോലെ പിശാച് ദൈവത്തിൻ്റെ പരിപാടി പിടിക്കാൻ നോക്കുമ്പോൾ ദൈവം ഇങ്ങനെ അതിനിടയ്ക്കൂടെ തൻ്റെ പദ്ധതിയുമായിട്ട് പിശാചിൻ്റെ കണ്ണ് വെട്ടിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനാണ് ഈ വംശാവലി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ജ്യേഷ്ഠാവകാശ പ്രകാരം ഒരൊറ്റ പാറ്റേണിൽ എഴുതിയിട്ടുള്ളതല്ല. അപ്പോൾ ചിലപ്പോൾ ഒക്കെ നിങ്ങൾ ഭയങ്കര പണ്ഡിതന്മാരാണെങ്കിൽ ഇത് വായിക്കുന്നവരും പഠിക്കുന്നവരും, ഞാൻ ചുമ്മാതെ എല്ലാം വായിക്കാത്തവരാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാതെ സമാധാനിപ്പിച്ച് വെച്ചേക്കാണെന്ന് വിചാരിക്കണ്ട. ഡോണ്ട് ലെറ്റ് മീ ടു എക്സ്പ്ലോയിറ്റ് യുവർ ഇഗ്നറൻസ്. നിങ്ങളുടെ അറിവില്ലായ്മയെ മുതലെടുക്കാൻ എന്നെ അനുവദിക്കരുത്. നിങ്ങൾ അറിവ് വെച്ച് എന്നാൽ ഇതൊന്ന് വായിച്ചിട്ടേ ഉള്ളൂ, സാറിങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനൊന്ന് വായിച്ചിട്ടേ ഉള്ളൂ എന്ന് വെച്ച് ഇത് കൂലങ്കഷമായിട്ട് വായിച്ച് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ വാക്യം നിങ്ങൾക്ക് എന്താ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാകും. വംശാവലി ജ്യേഷ്ഠാവകാശ പ്രകാരം എണ്ണുവാനുള്ളത് അല്ല, ഒരു പ്രത്യേക പാറ്റേണിലല്ല വംശാവലി ദൈവം കൊണ്ടുപോകുന്നത് എന്ന് നാം അറിയണം. അപ്പോൾ അതുകൊണ്ട് ദൈവം അനിയനായിരുന്ന ഇസഹാക്കിനെ, അനിയനായിരുന്ന യാക്കോബിനെ ഒക്കെ തിരഞ്ഞെടുത്തിട്ട്, യാക്കോബിൻ്റെ മൂത്ത മകനാരായിരുന്നു? യാക്കോബിന് എത്ര മക്കളുണ്ടായിരുന്നു? 12 മക്കൾ. അതൊക്കെ ഉറപ്പുണ്ട്. ഇനി മൂത്തതാരാ ഇളയതാരാന്ന് ചോദിക്കരുതല്ലേ. മൂത്ത മക്കളാരായിരുന്നു? രൂബേൻ. പക്ഷേ ദൈവത്തിൻ്റെ ലൈനിൽ രൂബേൻ അല്ല വന്നത്. അതാണല്ലോ ഇപ്പോൾ തന്നെ പറഞ്ഞത്. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചത് എന്തായിരുന്നു? ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ. അവനല്ലോ ആദ്യജാതൻ. എങ്കിലും അവൻ തന്റെ പിതാവിന്റെ ശയ്യയെ അശുദ്ധമാക്കിയത് കൊണ്ട് അവന്റെ ജ്യേഷ്ഠാവകാശം ഇസ്രായേലിന്റെ മകനായ യോസഫിന്റെ പുത്രന്മാർക്ക് ലഭിച്ചു. അവന്റെ ജ്യേഷ്ഠാവകാശം ദൈവം എടുത്ത് കളഞ്ഞു. ജ്യേഷ്ഠാവകാശം ദൈവത്തിന്റെ കണക്കിൽ അവനല്ല. ആർക്കാ കിട്ടിയത്? ജോസഫിനാ കിട്ടിയത്. എന്നാൽ യേശു വന്നത് ജോസഫിന്റെ കുടുംബത്തിലും അല്ല. അതതിനേക്കാൾ തമാശ, അതിനേക്കാൾ രസകരം. അപ്പോൾ ജോസഫിനെയാണ് ദൈവം ഉയർത്തിയത്. എന്നാൽ ജോസഫിനെ പിടിച്ചേക്കാമെന്ന് വിചാരിച്ചാൽ ജോസഫിൻ്റെ കുടുംബത്തിൽ, കാരണം ജോസഫ് പ്യുവർ പെഡിഗ്രി അല്ല. ജോസഫിൻ്റെ ഭാര്യ ജോസഫിൻ്റെ പഴയ നിയമം അറിയാമെങ്കിലേ ഇതിനൊക്കെ ഉത്തരം പറയാനൊക്കെ ഉള്ളൂ. ജോസഫിൻ്റെ ഭാര്യ യഹൂദ സ്ത്രീ ആയിരുന്നോ? അല്ല.
അപ്പോൾ ദൈവം അത് ഉപേക്ഷിച്ചിട്ട് യേശു വരാൻ വേണ്ടി മൂത്തവനെയുമല്ല എടുത്തത്, ഇളയവനെയുമല്ല എടുത്തത്. സി ദിസ് ഈസ് ഗോഡ്സ് വിസ്ഡം. പിന്നെ ആരെയാണ് എടുത്തത്? യഹൂദയാണ് എടുത്തത്. യഹൂദയിൽ നിന്നാണ് പിന്നെ അത് എങ്ങോട്ട് പോയി? ഇശായിലേക്ക് പോയി. ഇശായിൽ നിന്നാണത് ദാവീദിലേക്ക്. അപ്പോൾ 2-ാം അധ്യായത്തിലെ വിഷയം, ഇപ്പോൾ 1-ാം അധ്യായം കഴിഞ്ഞു കേട്ടോ, 1-ാം അധ്യായം കഴിഞ്ഞു. 5-ാം അധ്യായം വായിച്ചപ്പോൾ 5 അധ്യായം കഴിഞ്ഞെന്ന് വിചാരിച്ചോന്ന് എനിക്കറിയത്തില്ല. 1-ാം അധ്യായം കഴിഞ്ഞു. 2-ാം അധ്യായത്തിലാണ് യാക്കോബിൻ്റെ മക്കളായ യഹൂദയെയും പിന്നീട് ഇശായിയെയും ദാവീദിനെയും തിരഞ്ഞെടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത്. 3-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് അത് ദാവീദിൽ കൂടി കടന്ന് യഹൂദ ഭരിച്ച അവസാനത്തെ രാജാവിലെത്തുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. ദാവീദിൽ കൂടി അത് കടന്ന് യഹൂദ ഭരിച്ച അവസാനത്തെ, കാരണം ആ രാജാക്കന്മാരെല്ലാം ഒരൊറ്റ ലൈനിൽ വന്നവരാണ് അല്ലേ? അത് ഓർമ്മയുണ്ടല്ലോ. യഹൂദ ഭരിച്ച എല്ലാ രാജാക്കന്മാരും ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്ന് മാത്രം. അപ്പോൾ ആ ലൈനിൻ്റെ കാര്യമാണ് 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 4 മുതൽ 8 വരെയുള്ള അധ്യായത്തിൽ ഈ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മുതൽ അവരുടെ വാഗ്ദത്ത നാട്ടിൽ വന്ന് താമസമാക്കിയത് വരെയുള്ള കാലഘട്ടത്തിൻ്റെ ഒരു റിവ്യൂ ആണ്. ആരൊക്കെ പുറപ്പെട്ടു, എത്ര ഗോത്രമായിട്ട് കനാൻ ദേശത്ത് വന്ന് ഓരോ ഗോത്രം അവർക്ക് കിട്ടിയ അവകാശത്തിൽ ഓരോ സ്ഥലത്ത് എങ്ങനെ താമസമാക്കി, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി പറയുന്നുണ്ട്. അങ്ങനെ 8 അധ്യായങ്ങളിൽ കൃത്യമായിട്ട് 9-ാം അധ്യായത്തിൽ വീണ്ടും നിങ്ങൾ 9-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം വേണമെങ്കിൽ വായിക്കാം. 9-ന്റെ 1-ാം വാക്യം. ഇസ്രായേൽ മുഴുവനും വംശാവലിയായി ചാർത്തപ്പെട്ടിരുന്നു, അത് ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അങ്ങനെ ഇസ്രായേൽ മുഴുവൻ ചാർത്തപ്പെട്ടു. കംപ്ലീറ്റ് ആളുകളുടെ കണക്ക് ദൈവത്തിൻ്റെ കയ്യിലുണ്ട്, അത് ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ദൈവം കണക്ക് സൂക്ഷിച്ചിരിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു സംക്ഷിപ്ത വിവരണം 9-ാം അധ്യായത്തിലുമുണ്ട്. സോ ദാറ്റ് ഈസ് ജീനിയോളജി. ഇതാണ് വംശാവലിയെക്കുറിച്ച് പൊതുവായിട്ട് ഏറ്റവും ബ്രീഫായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എല്ലാ കാര്യവും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നില്ല. കുറച്ച് കാര്യങ്ങൾ കുറച്ച് പേർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? അത്രയും മനസ്സിലായാൽ മതി. നമുക്ക് മുമ്പോട്ട് പോകാം. 10-ഉം 11-ഉം അധ്യായത്തിനകത്ത് ആരുടെ കാര്യമാണ് കാണുന്നതെന്നാണ് പറഞ്ഞത്? 10-ഉം 11-ഉം അധ്യായത്തിൽ കാണുന്നത് ദാവീദിൻ്റെ വാഴ്ചയുടെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അനോയിൻറ്റഡ് ഓഫ് ദ ലോർഡ്, ദൈവം അഭിഷേകം ചെയ്ത് ശൗലിന് പകരം രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ദാവീദിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പുസ്തകത്തിൽ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്? ദിനവൃത്താന്ത പുസ്തകത്തിൽ എന്തിനെക്കുറിച്ചാണ്? ദേവാലയം. എവിടെയാണ് ദേവാലയം? യെരുശലേമിലാണ്. എപ്പോഴാണ് യെരുശലേം നിലവിൽ വരുന്നത്? ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ ദാവീദ് തലസ്ഥാനം എങ്ങോട്ട് മാറ്റി? യെരുശലേമിലേക്ക് മാറ്റി. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ഈ പുസ്തകത്തിൽ ദാവീദ് അഭിഷേകം പ്രാപിച്ചു എന്നുള്ള കാര്യവും പറയാനും അല്ല ഇത്. ദാവീദ് അഭിഷേകം പ്രാപിച്ച് അധികാരം കിട്ടിയപ്പോൾ ആലയം പണിയാനുള്ള സ്ഥലം അദ്ദേഹം തലസ്ഥാനമായി ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമുക്ക് പെട്ടെന്ന് തോന്നും അവൻ തലസ്ഥാനം അങ്ങോട്ട് മാറ്റിയോ, പരിഷ്കാരം, അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരം, ഹി ട്രാൻസ്ഫേർഡ് ക്യാപിറ്റൽ ഫ്രം ഹിയർ ടു ദെയർ എന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. എന്തായിരുന്ന പദ്ധതി? അവിടെയാണ് ദൈവത്തിൻ്റെ ആലയം പണിയാനുള്ളത്. അതുകൊണ്ട് ദൈവം ദാവീദിനെ കൊണ്ടത് വാങ്ങിപ്പിച്ചു. ദൈവം ദാവീദിനെ കൊണ്ട് ആ സ്ഥലം വാങ്ങിപ്പിച്ചു. എന്നിട്ട് ശൗലിനെ ദൈവം തൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എന്നിട്ടാണ് ദാവീദ് തൻ്റെ ഹൃദയപ്രകാരമുള്ള തനിക്ക് ബോധിച്ച, ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഒരു വാക്യം വായിക്കാതെ പോകാനൊക്കുകയല്ല. 10-ാം അധ്യായത്തിൻ്റെ 13, 14 വാക്യങ്ങൾ. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അവൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കായികയാൽ അവനെ കൊന്നു, രാജ്യത്വം ഇശ്ശായിയുടെ മകനായ ദാവീദിന് കൊടുത്തു. ഇത് നമ്മൾ ശൗലിനെ കുറിച്ച് പഠിച്ചപ്പം വായിച്ചൊരു വാക്യമാണ്. ക്ലാസ്സിൽ ഇല്ലാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് കേൾക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വൈ സോൾ വാസ് റിമൂവ്ഡ് ആൻഡ് ഡേവിഡ് വാസ് ഗിവൺ അതോറിറ്റി. എന്തുകൊണ്ട് ശൗലിനെ മാറ്റി ദാവീദിന് അധികാരം കൊടുത്തു എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് കാച്ചിക്കുറുക്കി അതിൻ്റെ കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട്. ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അവൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കായികയാൽ, അത് 2 പ്രാവശ്യം എടുത്തു പറഞ്ഞിരിക്കുക. അവൻ ദൈവത്തോട് ചോദിച്ചില്ല, അതിന് പകരം വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചു. സോ ഹീ ട്രസ്റ്റഡ് നോട്ട് ഗോഡ് ബട്ട് ഈവിൾ ഫോഴ്സസ്. ഒരു തെറ്റായ ശക്തിയെ
ആശ്രയിക്കാനായിട്ട് പോയി ദൈവാശ്രയം അവന് ഇല്ലാതായി പോയി. വിച്ച് ക്രാഫ്റ്റിലേക്കും സോഴ്സറിയിലേക്കും ഒക്കെ അവൻ തിരിഞ്ഞു. അതുകൊണ്ടാണ് ദൈവത്തിൽ മാത്രം തൻ്റെ ഹൃദയം ഏകാഗ്രമായിരുന്നില്ല, ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചില്ല, ദൈവത്തോട് അതിക്രമം കൃത്യമായിട്ട് ക്രമീകൃതമായിട്ട് ദൈവത്തെ പിൻപറ്റിയില്ല. അതുകൊണ്ടാണ് അവനെ നീക്കിക്കളയേണ്ടതായിട്ട് വന്നത്, ദാവീദിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. 12-ാം അധ്യായം ദാവീദിനോട് ചേർന്ന ആളുകളുടെ വംശാവലിയാണ്. വംശാവലി ഈ പുസ്തകം വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. 9 അധ്യായം കൊണ്ട് വംശാവലി തീർന്നെന്ന് വിചാരിച്ചെങ്കിൽ 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാൽ, അനന്തരം ഇസ്രായേൽ എല്ലാം ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി പറഞ്ഞത്, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമല്ലോ. മുമ്പേ ശൗൽ രാജാവായിരുന്ന കാലത്തും നീയായിരുന്നു നായകനായി ഇസ്രായേലിനെ നടത്തിയത്. അപ്പം അങ്ങനെ ദാവീദിനെ വിളിച്ചുകൊണ്ട് വരുന്നു. 23-ാം വാക്യം, യഹോവയുടെ വചനപ്രകാരം ശൗലിൻ്റെ രാജത്വം ദാവീദിനാക്കുവാൻ യുദ്ധസന്നദ്ധരായി ഹെബ്രോനിൽ അവൻ്റെ അടുക്കൽ വന്ന തലവന്മാരുടെ സംഖ്യ. അപ്പോൾ ദാവീദിനെ ഹെൽപ്പ് ചെയ്ത് ദാവീദിൻ്റെ കൂടെ ചേർന്ന് ഈ അഭിഷിക്തനായ ദാവീദ് രാജാവാകണം, അവൻ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് ദാവീദിനെ സഹായിച്ച ആളുകളുടെ പട്ടികയാണ് 12-ാം അധ്യായത്തിൽ 12-23. 12-23 ഒന്നുകൂടെ വായിക്കാം. 12-23 വായിച്ചാട്ട്. യഹോവയുടെ വചനപ്രകാരം ശൗലിന്റെ രാജ്യത്വം ദാവീദിനെ ആക്കുവാൻ യുദ്ധസന്നദ്ധനായി ഹെബ്രോനിൽ അവന്റെ അടുക്കൽ വന്ന തലവന്മാരുടെ സംഖ്യകളാണിത്. അപ്പോൾ അവരുടെ സംഖ്യ, അവരുടെ പേരും സംഖ്യയും ഒക്കെയാണ് താഴേക്ക്. അപ്പോൾ ദാവീദ് മാത്രമല്ല ഈ കാര്യം അച്ചീവ് ചെയ്തത്, ദാവീദിൻ്റെ കൂടെ ആരുണ്ടായിരുന്നു? ധാരാളം ഗോത്ര തലവന്മാരും സൈന്യ തലവന്മാരും ഒക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാരാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, കാരണം ഇത് സീരിയസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ താല്പര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടാകുകയാണെങ്കിൽ അവരെക്കുറിച്ച് പഠിക്കാനൊരു അവസരമുണ്ട് എന്ന് ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് 12-ാം അധ്യായത്തിലെ വിഷയം. 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിലെ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതെല്ലാവർക്കും താല്പര്യമുള്ള വിഷയമാണെന്ന് എനിക്കറിയാം. എന്താണെന്ന് ചോദിച്ചാൽ, ദാവീദ് പെട്ടകം കൊണ്ടുവരുന്നു. പെട്ടകം കൊണ്ടുവരികയാണ്. പെട്ടകം നേരത്തെ ഉള്ളതാണ്, അത് ഇരുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദ ഫസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് റെക്കോർഡ് ഓഫ് ദി മേജർ ഇനീഷ്യൽ ആക്ട് ഓഫ് ഡേവിഡ്. രാജാവായതിനു ശേഷം ദാവീദ് ഒന്നാമതായിട്ടും ഏറ്റവും പ്രധാനമായിട്ടും ചെയ്ത കാര്യം, രാജാവായ ഉടനെ തന്നെ ശത്രുക്കളെയൊക്കെ കൊന്ന് തൻ്റെ കാര്യം ഒന്ന് ഉറപ്പാക്കി തനിക്കൊരു നല്ല അരമന പണിത്. അതാണോ ശ്രദ്ധിച്ചത്? ഇല്ല, അരമന ഒക്കെ പിന്നത്തെ കാര്യങ്ങളാണ്. തൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ വളരെ സുഖമായിട്ട് രാജാവായിട്ട് ഇവിടെ ഇരിക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ പെട്ടകം വേണ്ടതുപോലെ മാനിക്കപ്പെടുന്നില്ല, അത് കൊണ്ടുവരണം, അതിനെ ഒന്ന് വെൽ പ്ലേസ്ഡ് ആക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, എൻ്റെ ഹൃദയം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് അത് ചുമ്മാതെ തമാശയ്ക്കൊന്നും ഒരു കവിത എഴുതിയതല്ല എന്ന് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവൻ്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. അവൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ, ഞാൻ കൊട്ടാരത്തിൽ 1000 ദിവസം കഴിക്കുന്നതിനേക്കാൾ അവൻ്റെ പെട്ടകത്തിന് മുമ്പിൽ ഇരിക്കുന്ന ഒരു ദിവസം എനിക്ക് ഏറ്റവും മനോഹരമാണ്. ആ ഒരു കൺവിക്ഷൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നെന്ന് ഇത് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത്. താൻ രാജാവായതിനു ശേഷം ചെയ്ത പ്രവൃത്തികളുടെ പട്ടിക നോക്കുമ്പോൾ ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഒന്നാമതും സുപ്രധാനമായിട്ടും അദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പെട്ടകം കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുന്നു. എങ്ങോട്ട്? യെരുശലേമിലേക്ക്. യെരുശലേമിലേക്ക് ഈ പെട്ടകം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ, പണ്ട് ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നിന്റെ ബലത്തിൻ്റെ പെട്ടകവുമായി നിൻ്റെ തിരുനിവാസത്തിലേക്ക് നീ എഴുന്നള്ളണമേ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഈ പെട്ടകം എന്തിനാണ് കാണിക്കുന്നത്? എവിടെ ദൈവം പ്രത്യക്ഷപ്പെടുന്നത്? ഈ പെട്ടകത്തിൻ്റെ മുകളിലിരിക്കുന്ന കൃപാസനത്തിലാണ്. ദൈവം അവിടെ മാത്രമേ പ്രത്യക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ദാവീദിനെ സംബന്ധിക്കുന്നിടത്തോളം ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ കൃപാസനം, ഇപ്പം നമുക്ക് നമ്മുടെ മുറിയിലൊരു പായിട്ടാലും കൃപാസനം അങ്ങോട്ട് വരും. അതെനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ നമ്മൾ നമ്മുടെ ചരിത്രമല്ല പഠിക്കുന്നത്. ആരുടെ ചരിത്രമാണ് പഠിക്കുന്നത്? ദാവീദിൻ്റെ. അപ്പോൾ ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ കൃപാസനത്തിൻ്റെ മുമ്പിൽ ചെല്ലണം. കൃപാസനം എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ പെട്ടകത്തിൻ്റെ മുകളിലാണ്. പെട്ടകം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയോ ഇരിക്കുകയാണ്. അത് അവിടെ നിന്ന് തൻ്റെ നഗരത്തിലേക്ക് യെരുശലേമിലേക്ക്, അത് എൻ്റെ അടുക്കൽ വേണം, എൻ്റെ തലസ്ഥാനത്ത് അത് വേണം, എൻ്റെ അടുക്കൽ അത് വേണം, എനിക്ക് ഓടിച്ചെല്ലാവുന്ന സ്ഥാനത്ത് അത് വേണം. ഇത് ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഉത്കടമായ ആഗ്രഹമാണ്. ആ ആഗ്രഹം നമ്മൾ കാണാതെ പോകരുത്. അതിൽ നിന്നാണ് ഈ താല്പര്യങ്ങളിലേക്കൊക്കെ അദ്ദേഹം പോകുന്നത്. അപ്പം ഹീസ് ആക്ച്വലി ബ്രിങ്ങിങ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ഇൻ ടു ജെറൂസലേം. തൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് എന്ത് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു? ദൈവ സാന്നിധ്യം വരണം. ദൈവം തന്നെ വന്ന് അവിടെ ഭരണം നടത്തുന്നില്ലെങ്കിൽ എൻ്റെ ഭരണം
ദുർഭരണമായി പോകും എന്ന ബോധമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. 13-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, 13-3. നമ്മുടെ ദൈവത്തിന്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുക്കൽ കൊണ്ടുവരിക. അതാണ് അദ്ദേഹത്തിന്റെ താല്പര്യം. നമ്മുടെ ദൈവത്തിന്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുക്കൽ കൊണ്ടുവരിക. ശൗലിന്റെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കിയില്ലല്ലോ. അതാണ് അദ്ദേഹത്തിന്റെ പ്രോബ്ലം. കണ്ടോ, നമ്മുടെ മുമ്പ് ഭരിച്ച രാജാവിന്റെ കാലത്ത് അത് നമ്മൾ എന്താക്കിയില്ല, ഗൗരവമായിട്ട് എടുത്തില്ല. ഇനി അങ്ങനെ തുടരാൻ ഒക്കുകയല്ല. നമുക്ക് ദൈവ സാന്നിധ്യം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരണം. 8-ാം വാക്യം. ദാവീദും എല്ലാ ഇസ്രായേലും ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ ശക്തിയോടെ പാട്ടുപാടിയും കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാഹളം എന്നീ വാദ്യങ്ങൾ ഘോഷിച്ചും കൊണ്ട് നൃത്തം ചെയ്തു. അവൻ കീദോൻ. അപ്പൊ അങ്ങനെ അതൊന്നും ഞാൻ വിവരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. വാദ്യങ്ങൾ മുഴക്കിയും കൈത്താളം കൊട്ടിയും നൃത്തം ചെയ്തും വളരെ ആഘോഷത്തോടെ, ആർപ്പോടെ, സന്തോഷത്തോടെ ദൈവത്തിൻ്റെ പെട്ടകം യെരുശലേമിലേക്ക് അവർ കൊണ്ടുവന്നു. 14-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ. ബാഗാവൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണിയണിയായി നടക്കുന്ന ഒച്ച കേട്ടാൽ നീ പടയ്ക്ക് പുറപ്പെടുക. ഫെലിസ്ത്യരുടെ സൈന്യത്തെ തോൽപ്പിക്കുവാൻ ദൈവം നിനക്ക് മുൻപായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് അരുൾ ചെയ്തു. ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ദാവീദ് എങ്ങനെ ചെയ്തു? ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. അവൻ ഗിബയോൻ മുതൽ ഗസേർ വരെ ഫെലിസ്ത്യ സൈന്യത്തെ തോൽപ്പിച്ചു. ദാവീദിൻ്റെ കീർത്തി സകല ദേശങ്ങളിലും പരക്കുകയും യഹോവ അവനെയുള്ള ഭയം സർവ്വജാതികൾക്കും വരുത്തുകയും ചെയ്തു. കാരണം എന്താണ്? ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. അല്ലാതെ തനിക്ക് തോന്നിയതുപോലെ ചെയ്തതല്ല. ശൗൽ തനിക്ക് തോന്നിയതുപോലെ ചെയ്തപ്പോൾ ദാവീദ് എങ്ങനെ ചെയ്തു? ദൈവം കൽപ്പിച്ചതുപോലെ, അക്കോർഡിംഗ് ടു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചില ആൾക്ക് ഒരു വിഷമം ഉണ്ടാകുന്നുണ്ട്. എന്നോടും എന്തെങ്കിലുമൊക്കെ ഒന്ന് ദൈവം കൽപ്പിച്ചിരുന്നെങ്കിൽ. എല്ലാം ഇതിനകത്ത് കൽപ്പിച്ചിട്ടുണ്ട്. കൽപ്പിച്ചതെല്ലാം ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇതൊന്ന് എടുത്ത് വായിച്ചാൽ മതി. ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. ആ കൽപ്പനകളൊക്കെ ഒന്ന് പ്രമാണിക്കാൻ തയ്യാറാണ്. അത് നമ്മൾ നേരത്തെ വായിച്ചത് മറന്നു പോകരുത്. ശൗൽ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കായികയാലും. അപ്പം വചനത്തിനകത്താണ് ഈ കൽപ്പന കിടക്കുന്നത്. അല്ലാതെ എന്നോട് ഇതുവരെ കൽപ്പിച്ചിട്ടില്ല, ഞാനിതുവരെ ദൈവം കേട്ടിട്ടില്ല എന്നൊന്നും പറഞ്ഞാൽ ശരിയല്ല. അതൊക്കെ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ വേണ്ട പോലെ ശ്രദ്ധിക്കാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പം 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കാം. 15-1. അവൻ തനിക്ക് ദാവീദിന്റെ നഗരത്തിൽ അരമനകളെ ഉണ്ടാക്കി ദൈവത്തിന്റെ പെട്ടകത്തിനായി ഒരു സ്ഥലം ഒരുക്കി അതിനൊരു കൂടാരവും അടിച്ചു. അന്ന് ദാവീദ് ലേവ്യരല്ലാത്ത ആരും ദൈവത്തിന്റെ പെട്ടകം ചുമക്കേണ്ടതല്ല. ലേവ്യരല്ലാത്ത ആരും ദൈവത്തിന്റെ പെട്ടകം ചുമക്കേണ്ടതല്ല. അപ്പോൾ ഇതൊക്കെ പഠിക്കണം. ഞാൻ പഠിപ്പിക്കാൻ സർവേ ആയതുകൊണ്ടാണ്. പഠിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 13-ാം അധ്യായത്തിൽ പേരസ് ഉസ, കാള വിരണ്ടു, ഒരാൾ പെട്ടകത്തെ പിടിക്കാൻ പോയി. ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഇത് ലേവ്യർക്ക് മാത്രം പിടിക്കാവുന്ന ഒരു ജോലിയാണ്. കണ്ടവർക്കൊക്കെ കൈനീട്ടി അതുകൊണ്ട് നമ്മൾ വളരെ ആ ഒരു ശുദ്ധീകരണം അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു പോയി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തിന് ചില രീതികളുണ്ട്. ദൈവം പറഞ്ഞ അതുകൊണ്ടാണ് ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു, തനിക്ക് തോന്നിയതുപോലെ ചെയ്തില്ല. കാരണം ദൈവത്തെ ആരാധിക്കാനായിട്ടും ദൈവത്തോട് അടുക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളും വചനങ്ങളും കൃത്യമായി അനുസരിക്കേണ്ടത് അത്യാവശ്യം. നമുക്ക് ഇങ്ങനെ ആയിക്കളയാം, ഇങ്ങനെ ആയാലേ എല്ലാവരും വരുവുള്ളൂ, ഇങ്ങനെ ആയാലേ എല്ലാം ശരിയാവുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത് പോലെ എനിക്ക് ചെയ്തുകൂടാ, നിങ്ങൾക്ക് ചെയ്തുകൂടാ. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ആലോചന പ്രകാരവും വചനപ്രകാരവുമാണ് എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ആരാധനാ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പാസ്സാക്കിയ ഒരു നിയമമാണിതെന്ന് വേണമെങ്കിൽ പറയാം. ലേവ്യരല്ലാത്ത ആരും ദൈവത്തിൻ്റെ പെട്ടകം ചുമക്കേണ്ടതല്ല. അതിന് ദൈവം നിയോഗിച്ചിരിക്കുന്നത് അവരെ ആണ്. 12-ാം വാക്യം, 15-12. നിങ്ങൾ ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ തലവന്മാരല്ലോ. നിങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം ഞാൻ അതിനൊരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കൊള്ളുവിൻ. കണ്ടോ, ലേവ്യരായതുകൊണ്ടും കാര്യമില്ല, അവരവരെ തന്നെ ശുദ്ധീകരിക്കണം. ദൈവം വിശുദ്ധനായതുകൊണ്ട്, അവൻ്റെ പെട്ടകം വിശുദ്ധമായതുകൊണ്ട് അതിനോട് അടുക്കുന്ന ആളുകൾ അവരെ തന്നെ വിശുദ്ധീകരിക്കണം. 14-ാം വാക്യം. അങ്ങനെ പുരോഹിതന്മാരും 13-ഉം 14-ഉം ചേർത്ത് വായിക്കാം. ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായിക കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി. പിടികിട്ടിയോ? ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായി കാണും. അത് ചെയ്യായ കൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? ഛേദമുണ്ടാക്കിയത്. നമ്മൾ പെട്ടെന്ന് അത് വായിച്ചു പോകുമ്പോൾ ആദ്യം ഓർക്കും, അയ്യോ പുള്ളി ഒരു നല്ല കാര്യമല്ലേ ചെയ്തത്, കാള വരണ്ട ഉടനെ
അങ്ങനെ കാള വരണ്ടാവണ്ടെ നിങ്ങൾ ചാടി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ പെട്ടകം നോക്കാൻ ദൈവത്തിനറിയാം. ദൈവത്തിന് അതിന് വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ദൈവത്തിന് നിങ്ങളുടെ ആരുടെയും അവിഹിതമായ സഹായമൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഔട്ട് ഓഫ് ദ കാശ് വേണം, എവിടുന്ന് കള്ളം കൊണ്ടു തന്നാലും മേടിച്ചോണമെന്ന്, അങ്ങനെ വേണ്ടെന്ന് മനസ്സിലായി. അതിനൊക്കെ ദൈവത്തിന് എന്തുണ്ട്? ചട്ടങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്. വെറുതെ വേണ്ടാത്തടത്തോട്ട് കൈ നീട്ടരുത്. നിന്നോട് പറഞ്ഞ സ്ഥലത്തേക്ക് പറഞ്ഞ കാര്യങ്ങൾ വിശുദ്ധിയോടെ മാത്രമേ ചെയ്യാൻ തുനിയാൻ പാടുള്ളൂ. അപ്പോൾ ഇതവർക്ക് മനസ്സിലായി. വായിച്ചാട്ട് 13. ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായ്ക കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. അപ്പൊ എങ്ങനെ അന്വേഷിക്കേണ്ടത് ദൈവത്തെ? നിയമപ്രകാരം. അതിനാണ് നിയമം തന്നേക്കുന്നത്. ദൈവത്തെ തോന്നുന്നത് പോലെ ആരാധിക്കാനും തോന്നുന്നിടത്ത് ആരാധിക്കാനും തോന്നിയ പോലെ സേവിക്കാനും പാടില്ല. നേരത്തെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിടത്തും ബോധിച്ചിടത്തും എല്ലാം യാഗം കഴിക്കരുത്. ഇല്ലേ? പഠിപ്പിച്ചിട്ടില്ലേ? ഇതൊക്കെ ഞാനിവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, ദൈവവും പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനും ബൈബിൾ സർവേയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ്, നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. അപ്പോൾ ദൈവത്തെ നിയമപ്രകാരം അന്വേഷിക്കണം. ദൈവം പറഞ്ഞ സ്ഥലത്ത് വരണം, ദൈവം പറഞ്ഞ രീതിയിൽ വരണം. ഇതിനെല്ലാം ദൈവത്തിന് എന്തുണ്ട്? വ്യവസ്ഥകളുണ്ട്, ദൈവത്തിൻ്റെ പ്രമാണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രമാണം വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. അതനുസരിച്ച് വേണം കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ. 14. ലേവ്യരും അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം കൊണ്ടുവരുവാൻ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. ലേവ്യരുടെ പുത്രന്മാർ യഹോവയുടെ വചനപ്രകാരം മോശ കൽപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പെട്ടകത്തെ അതിന്റെ തണ്ടുകൾ തങ്ങളുടെ ചുമലിൽ കൊണ്ട് ചുമന്നു. കണ്ടോ? അപ്പം മോശ കൽപ്പിച്ചതുപോലെ. മോശയ്ക്ക് ആരെ കൽപ്പന കൊടുത്തത്? ദൈവം. അപ്പം മോശയ്ക്ക് ദൈവം കൊടുത്ത പ്രമാണങ്ങളനുസരിച്ച് കൃത്യതയോടെ അവർ ഈ പെട്ടകം കൊണ്ടുവരുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. 16:1. ഇങ്ങനെ അവർ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്നു. ദാവീദ് അതിനായി അടിച്ചിരുന്ന കൂടാരത്തിനകത്തു വെച്ചു. പിന്നെ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ചു. ദാവീദ് ഹോമയാഗവും സമാധാന യാഗങ്ങളും കഴിച്ചു തീർന്ന ശേഷം ജനത്തെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. അവൻ ഇസ്രായേലിൽ ഓരോ പുരുഷനും സ്ത്രീക്കും ആളൊന്നിന് ഒരപ്പവും ഒരു കണ്ടം ഇറച്ചിയും ഒരു മുന്തിരിങ്ങാക്കട്ട വീതം വിഭാഗിച്ചു കൊടുത്തു. അപ്പോൾ അവർ സന്തോഷത്തോടെ അത് ഒരു ദൈവത്തിൻ്റെ വചനപ്രകാരം പെട്ടകം കൊണ്ടുവന്ന് അതിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. അതുപോലെ തന്നെ ഒരു ഭക്ഷണം കഴിച്ചു, ഒരു കൂട്ടായ്മയൊക്കെ ആചരിച്ചു. അതൊന്നും തെറ്റല്ല എന്ന് മനസ്സിലായി കാണും. ഒരപ്പവും ഇല്ലേ? ആരും ശ്രദ്ധിച്ചില്ലേ? ശ്രദ്ധിച്ചു. അപ്പോൾ അവർക്കൊരു ചിലർ പറയും, ഇഫ് ദർ ഈസ് നോ ഈറ്റിംഗ് ദർ ഈസ് നോ മീനിങ് ഇൻ മീറ്റിംഗ് എന്ന് പറയും. അപ്പോൾ മീറ്റിങ്ങും ഈറ്റിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഒരു കൂട്ടായ്മയുടെ സന്തോഷത്തിൻ്റെ, ദൈവം അവരുടെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്തതെന്നുള്ളത്. ചുമ്മാ തിന്നാനും കുടിക്കാനും കൂടിയതല്ല. ജനം തിന്നാനും കുടിക്കാനും കളിക്കാനും എഴുന്നേറ്റു എന്ന് പറഞ്ഞതുപോലെയല്ല. അതിനെല്ലാം ഒരു ചിട്ടയും ഓർഡറും ഉണ്ട്. അതനുസരിച്ച് അവർ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം ജനത്തിൻ്റെ മേലും ഈ പട്ടണത്തിൻ്റെ മേലും വരുന്നത് നമുക്ക് കാണാം. 16-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 36 വരെ ഉള്ളത് ഒരു സങ്കീർത്തനമാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അത് 7-ാം വാക്യം മാത്രം നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. അന്ന് ആ ദിവസം തന്നെ ദാവീദ് ആസാഫും അവന്റെ സഹോദരന്മാരും മുഖാന്തരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് ആദ്യം നിയമിച്ചത് എന്തെന്നാൽ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ ആരാധിക്കുവിൻ, ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികളെ അറിയിക്കുവിൻ, അവന് പാടി കീർത്തനം ചെയ്യുവിൻ, അവന്റെ അത്ഭുതങ്ങളെ ഒക്കെയും വർണ്ണിക്കുവിൻ, അവന്റെ വിശുദ്ധ നാമത്തിൽ പുകഴുവിൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ, യഹോവയെയും അവന്റെ ശക്തിയെയും തേടുവിൻ, അവന്റെ മുഖം നിരന്തരം അന്വേഷിക്കുവിൻ. അപ്പോൾ ഇങ്ങനെ അങ്ങ് താഴേക്ക് വായിച്ചാൽ നിർത്താൻ പറ്റിയാലാത്തൊരു സങ്കീർത്തനം കേട്ടോ. ഞാൻ പിന്നെ സമയരാഹിത്യം കൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോണം. ഈ സങ്കീർത്തനം നമ്മുടെ സങ്കീർത്തന പുസ്തകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? 105, 106, 107, 118, 136 ഈ സങ്കീർത്തനങ്ങളെല്ലാം ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പകർപ്പ് തന്നെയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ ദാവീദ് തൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ രചിച്ച സങ്കീർത്തനമാണിത്. ഇതിൻ്റെ പല വചനങ്ങളും നിങ്ങൾക്ക് 105, 106, 107, 118, 136 ഈ സങ്കീർത്തനങ്ങളിൽ കാണാൻ സാധിക്കും. ഇനി ആ സങ്കീർത്തനം പോയി വായിക്കണ്ട, ഈ സങ്കീർത്തനം അങ്ങ് വായിച്ചാൽ മതി. ഇപ്പം ദിനവൃത്താന്ത പുസ്തകത്തിൽ ഒരു സങ്കീർത്തനം വന്നാൽ കുഴപ്പമൊന്നുമില്ല. അത് സങ്കീർത്തന പുസ്തകത്തിലെ വായിക്കുമെന്ന് വാശിയൊന്നും പിടിക്കണ്ട, ഇവിടെ തന്നെ വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ചിലർക്കിങ്ങനെ 106, 107 എന്നൊക്കെ എഴുതാൻ ശ്രമിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ ഒരു വിഷമം ഞാൻ കാണുന്നുണ്ട്. അതൊന്നും വേണ്ട, ഇതങ്ങ് വായിച്ചാൽ മതി.
ദിനവൃത്താന്ത പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 36 വരെയുള്ള ഒരു സങ്കീർത്തനമാണത്. ആ സങ്കീർത്തനത്തിൽ ദൈവത്തെ മനോഹരമായിട്ട് അവർ ആരാധിക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചും ദൈവത്തിൻ്റെ ദയയെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ ആ സങ്കീർത്തനം വിവരിക്കുന്നുണ്ട്. അപ്പോൾ അത് ദയവായിട്ട് വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. 17 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ. 17 ഇപ്പോൾ ഈ ഒരു കാര്യം തീർന്നു. ഏതാണ്? പെട്ടകം അവർ കൊണ്ടുവന്നു യെരുശലേമിൽ, അതിനെ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്ത് അതിനെ സ്ഥാപിച്ചു. അത് കഴിഞ്ഞിട്ട് 17 മുതൽ 21 വരെയുള്ള അധ്യായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ദൈവത്തിൻ്റെ ഉടമ്പടിയാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ആഘോഷമായിട്ട് ദൈവത്തിൻ്റെ പെട്ടകത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെയോടുള്ള സ്നേഹം കൊണ്ട് ദാവീദ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിനും ചില കാര്യങ്ങളൊക്കെ ദാവീദിന് വേണ്ടി ചെയ്യണമെന്ന് തോന്നി. 17-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. ദാവീദ് തന്റെ അരമനയിൽ വസിച്ചിരിക്കും കാലത്ത് ഒരു നാൾ നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വാക്യം ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നെന്ന് ചിലരൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നെന്ന് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വാക്യം കിട്ടിയല്ലോ, വായിച്ചാട്ടെ. ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, യഹോവയുടെ നിയമപ്പെട്ടകമോ തിരശീലകൾക്ക് കീഴെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട്, നിന്റെ താല്പര്യം പോലെ ഒക്കെയും ചെയ്താലും യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. കണ്ടോ, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് നിന്റെ താല്പര്യങ്ങൾ ദൈവത്തിൻ്റെ താല്പര്യങ്ങളാണ്. നിന്റെ ഹൃദയത്തിൽ ഈ ഒരൊറ്റ സെൻറ്റൻസ് മാത്രം കേട്ടാൽ മതിയല്ലോ, അവൻ്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഞാനിങ്ങനെ ഒരു കൊട്ടാരത്തിൽ താമസിക്കുന്നു, എന്നെ നോക്ക് എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഞാനിങ്ങനെ താമസിക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ പെട്ടകം പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ആലയം ഇടിഞ്ഞു കിടക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ. ഏതായാലും ദാവീദിനോട് അങ്ങനെ ചോദിക്കേണ്ട ഒരു ഗതികേടുണ്ടായില്ല. അതിന് മുമ്പ് തന്നെ ദാവീദ് പറയുകയാണ്, ഞാൻ നല്ല വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷെ ദൈവത്തിൻ്റെ വീട് ഇതുവരെ പണിതിട്ടില്ലല്ലോ, അതൊന്ന് പണിയണ്ടേ എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കണം, നിൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യം പോലെയൊക്കെ ചെയ്തോ, കാരണം ദൈവം നിന്നോടുകൂടെ ഉണ്ട്. പക്ഷേ നിനക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യാമെന്നല്ല പറഞ്ഞത്. വായിക്കാം, അടുത്ത വാക്യം കൂടെ വായിക്കാം. എന്നാൽ അന്ന് രാത്രി നാഥാന് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക. കാരണം ദാവീദിന് പെട്ടെന്നൊരു തോന്നലുണ്ടായി കാണും, രക്ഷപ്പെട്ടു, ഇനി എന്ത് വേണമെങ്കിലും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്രവാചകനും കൂടി എനിക്ക്. അപ്പോൾ ദൈവം ഇടപെട്ടു. എന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, നീ ചെന്ന് അവനോട് പറയുക. എന്താ പറയുക? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കുവാനുള്ള ആലയം പണിയേണ്ടത് നീയല്ല. സി ഹൗ വണ്ടർഫുൾ അവർ ഗോഡ് ഈസ്. നിൻ്റെ ആഗ്രഹമൊക്കെ കൊള്ളാം, അതുപോലെയൊക്കെ ചെയ്യാം, പക്ഷേ ഈ ദൗത്യം നിൻ്റേതല്ല. ഇവിടേക്കാണ് നമുക്ക് തിരിച്ചറിവ് വേണ്ടത്. നമ്മുടെ ദൗത്യം എന്താണ്? എനിക്ക് എവിടം വരെ പോകാം? എൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യമൊക്കെ നല്ലതായിരിക്കും, പക്ഷെ എന്നെക്കുറിച്ച് ഉദ്ദേശിക്കാത്ത കാര്യം കയറി ഞാൻ ചെയ്താൽ ചിലപ്പം നേരത്തെ പേരസ് ഉസ ദൈവത്തിൻ്റെ ഛേദമൊക്കെ വന്നിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ദൈവം അങ്ങനെ ദാവീദിനോട് ഇടപെടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പറഞ്ഞു, ഇത് നിൻ്റെ ദൗത്യം അല്ല. പിന്നെ ഞാൻ ഇസ്രായേലിനെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ ഒരു ആലയത്തിൽ വാസം ചെയ്യാതെ കൂടാരത്തിൽ നിന്നും കൂടാരത്തിലേക്കും നിവാസത്തിൽ നിന്നും നിവാസത്തിലേക്കും സഞ്ചരിച്ചു. എല്ലാ ഇസ്രായേലിനോടും കൂടെ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും എൻ്റെ ജനത്തെ മേയ്ക്കുവാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രായേലിൻ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവദാരു ഒരു ആലയം പണിയാതെ ഇരിക്കുന്നത് എന്ത് എന്ന് വാക്കാൽ ഞാൻ കൽപ്പിച്ചിട്ടുണ്ടോ? ഒരു വാക്ക് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടോ? ആകയാൽ നീ എൻ്റെ ഭൃത്യനായ ദാവീദിനോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ ജനമായ ഇസ്രായേലിനെ പ്രഭുവായി ഇരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്തു നിന്നും ആടുകളെ നോക്കുമ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെ ഇരുന്നു. നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുൻപിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ ഒരു നാമം ഞാൻ നിനക്ക് ഉണ്ടാക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഉടമ്പടി അവിടെയാണ് നിങ്ങൾ കാണേണ്ടത്. ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ ഒരു നാമം ഞാൻ നിനക്ക് ഉണ്ടാക്കും. ഞാൻ നിനക്കൊരു ഗൃഹം പണിയും. ദാവീദിൻ്റെ നാമം അങ്ങനെ ഒരു വലിയ നാമമായിട്ട് തീർന്നിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചിന്തിക്കുമ്പം ഉണ്ടോ? എങ്ങനെ? എന്തെങ്കിലും ഒരു തെളിവ്? യേശു ജനിച്ചത് യേശുവിനെ അംഗീകരിക്കാത്തവർ അത് സമ്മതിക്കുകയല്ലോ. യേശുവിനെ അംഗീകരിക്കാത്തവരൊന്നും നിങ്ങൾ പറയുന്നൊന്നും ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരികയില്ല. ഞാൻ അതിനേക്കാൾ ലളിതമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞോട്ടെ. ഇതൊന്നും സമ്മതിക്കാത്ത ആളുകളും പറയും, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വോണ്ട്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് അത് പിള്ളേരോടൊക്കെ പറയും. പിള്ളേരൊക്കെ ഇത് പഠിപ്പിച്ചു, അതൊന്നും നല്ല സങ്കീർത്തനമാണ്, നിങ്ങൾ പഠിച്ചോളാൻ പറയും. അപ്പോൾ ദാവീദ് ഈസ് സ്റ്റിൽ ഇമ്പാക്റ്റിംഗ് പീപ്പിൾ.
ലോകത്തിലുള്ള എല്ലാ മഹാന്മാരെക്കാളും അനേകം ആളുകൾ ഈ സങ്കീർത്തനങ്ങളും ദാവീദിൻ്റെ ജീവിതത്തിൽ നടന്ന പല സംഭവങ്ങളും മനസ്സിലാക്കുകയും വായിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളാണ്, നമുക്ക് സങ്കീർത്തന പുസ്തകം വരുമ്പോൾ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളുടെ പ്രത്യേകത ഒന്ന് പഠിക്കാം. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളാണ് ഈ മാനവജാതിയെ മുഴുവൻ സ്വാധീനിച്ചിട്ടുള്ളത്, ഇപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മളിവിടെ ഇരിക്കുന്ന ആളുകൾ തന്നെ ആദ്യം വേദപുസ്തകത്തിൽ നിന്ന് ഉച്ചരിച്ചത് ദാവീദിൻ്റെ സങ്കീർത്തനമായിരിക്കും. അതങ്ങ് മറന്നു പോകുന്നത് എന്താ? അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള മിക്കവാറും ആളുകൾ, രക്ഷിക്കപ്പെട്ടവരോ പെടാത്തവരോ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അവരൊക്കെ ദാവീദിൻ്റെ ഈ മഹത് വചനങ്ങൾ ഓർക്കുന്നുണ്ട്, അതവരുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം അവൻ്റെ നാമം മഹാന്മാരുടെ നാമം പോലെ ആക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. 7-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞതെന്താണ്? യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്? ദാവീദിൻ്റെ ഹൃദയം ഒന്ന് കണ്ടോണേ. എൻ്റെ ഗൃഹവും എന്തുള്ളൂ. കോളറൊന്നും പൊക്കിയില്ല കേട്ടോ. നിന്നെ ഞാൻ മഹാനാക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അഹങ്കാരമല്ല ഉണ്ടായത്, ഇത്രയും കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ. വായിച്ചു. ദൈവമേ, ഇതും പോരാ എന്ന് തോന്നിയിട്ട് യഹോവയായ ദൈവമേ, വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗൃഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്യുകയും ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യന്റെ അവസ്ഥയ്ക്കൊത്തവണ്ണം എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. അടിയന് ചെയ്ത ബഹുമാനത്തെക്കുറിച്ച് ദാവീദ് ഇനി എന്തു പറയേണ്ടു? നീ അടിയനെ അറിയുന്നുവല്ലോ. യഹോവേ, അടിയൻ നിമിത്തം നിന്റെ പ്രസാദപ്രകാരവും നീ ഈ മഹിമ ഒക്കെയും പ്രവർത്തിച്ച് ഈ വൻകാര്യം എല്ലാം അറിയിച്ചു തന്നിരിക്കുന്നു. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ യഹോവേ, നിന്നെപ്പോലെ ഒരുത്തനുമില്ല, നീ അല്ലാതെ ഒരു ദൈവവുമില്ല. മിസ്രൈമിൽ നിന്നും നീ ഉദ്ധരിച്ച നിന്റെ ജനത്തിന്റെ മുൻപിൽ നിന്നും ജാതികളെ നീക്കിക്കളയുകയിൽ വലിയതും ഭയങ്കരമായ കാര്യങ്ങളാൽ നിനക്കൊരു നാമം സമ്പാദിക്കേണ്ടതിന് ദൈവമേ, നീ ചെന്ന് നിനക്ക് സ്വന്തം ജനമായി വീണ്ടെടുത്ത നിന്റെ ജനമായ ഇസ്രായേലിനെ പോലെ ഭൂമിയിൽ ഏതൊരു ജാതിയുള്ളൂ. നിന്റെ ജനമായ ഇസ്രായേലിനെ നീ എന്നേക്കും നിനക്ക് സ്വന്തം ജനമാക്കുകയും യഹോവേ, നീ അവർക്ക് ദൈവമായി തീരുകയും ചെയ്തുവല്ലോ. ആകയാൽ യഹോവേ, ഇപ്പോൾ നീ അടിയനെയും അടിയന്റെ ഗൃഹത്തെയും കുറിച്ച് അരുൾ ചെയ്ത വചനം എന്നേക്കും സ്ഥിരമായിരിക്കട്ടെ. അരുളി ചെയ്തതുപോലെ തന്നെ ചെയ്യണമേ. സൈന്യങ്ങളുടെ യഹോവ ഇസ്രായേലിന്റെ ദൈവമാകുന്നു, ഇസ്രായേലിന് ദൈവം തന്നെ എന്നിങ്ങനെ നിന്റെ നാമം എന്നേക്കും സ്ഥിരപ്പെട്ട് മഹത്വപ്പെടുകയും നിന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹം നിന്റെ മുൻപാകെ നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. നീ എൻ്റെ ദൈവമേ, അടിയന് നീ ഒരു ഗൃഹം പണിയുമെന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതുകൊണ്ട് അടിയൻ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ധൈര്യം പ്രാപിച്ചു. ആകയാൽ യഹോവേ, നീ തന്നെ ദൈവം. അടിയന് ഈ നന്മയെ നീ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അടിയന്റെ ഗൃഹം തിരുമുൻപാകെ എന്നേക്കും ഇരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കുവാൻ നിനക്ക് പ്രസാദം തോന്നിയിരിക്കുന്നു. യഹോവേ, നീ അനുഗ്രഹിച്ചിരിക്കുന്നു, അത് എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടും ഇരിക്കുന്നുവല്ലോ. ഇത് ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന പഠിക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണ് ദാവീദ് പ്രാർത്ഥിച്ചതെന്നുള്ളത് നോക്കുന്നത് നല്ലതാണ്. എങ്കിലും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ അനുഗ്രഹം വഴി 21-ാം അധ്യായം വരെ നിങ്ങൾ വായിക്കുമ്പോൾ ദൈവം ചെയ്ത ഒരൊറ്റ കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുത്തു, ഇസ്രായേൽ. അതിലൊരു ഗോത്രത്തെ തിരഞ്ഞെടുത്തു, യഹൂദ. അതിലൊരു കുടുംബത്തെ തിരഞ്ഞെടുത്തു, ഇശായിയുടെ കുടുംബം. അതിലൊരു മനുഷ്യനെ തിരഞ്ഞെടുത്തു, ദാവീദ്. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പോയത്. ഒരു ജനതതി, ഒരു ഗോത്രം, ഒരു കുടുംബം, ഒരു മനുഷ്യൻ. അപ്പം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നാരോ ഡൗൺ ചെയ്ത് ആരിലിപ്പോൾ എത്തിയിരിക്കുന്നു? ദാവീദിലേക്ക് എത്തിയിരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ഉടമ്പടി സ്ഥാപിക്കുവാൻ, ദൈവത്തിൻ്റെ നിത്യമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള നാമം സ്ഥാപിക്കുവാനായിട്ട്. 18 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിൽ എങ്ങനെയാണ് ഈ ഉടമ്പടി ഇംപ്ലിമെൻറ്റഡ് ആയതെന്നുള്ളതാണ്. ദൈവം ചെയ്ത ഉടമ്പടി നിലവിൽ വന്നത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. അത് മുഴുവൻ ഞാൻ വായിക്കാൻ സമയം എടുക്കുന്നില്ല. 21-ന്റെ 28 വായിക്കാം. 21-ന്റെ 28 നിങ്ങളിതൊക്കെ ഒന്ന് വായിച്ചോണം. 21-28. ആ കാലത്ത് യെബൂസ്യനായ ഒർണോന്റെ കളത്തിൽ വെച്ച് യഹോവ തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി എന്ന് ദാവീദ് കണ്ടിട്ട് അവിടെ യാഗം കഴിച്ചു. അപ്പം നമ്മൾ നേരത്തെ ഒർണാൻ്റെ കളം വിലയ്ക്ക് വാങ്ങുന്നതൊക്കെ കണ്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ദാവീദ് ജനത്തെ എണ്ണാൻ പോയതും ഓർമ്മയുണ്ടോ? 21-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിനെ തോന്നിച്ചു. അപ്പം ഇതിനു മുമ്പ് നമ്മൾ ദാവീദ് എണ്ണാൻ പോയ കാര്യവും
ദൈവം കൊടുത്ത ഓപ്ഷനും ഒക്കെ വായിച്ചിട്ടുണ്ട്, സെയിം തിങ്. അപ്പം അതിൻ്റെ അവസാനം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ദാവീദിൻ്റെ ഒരു അബദ്ധത്തെ ദൈവം ഒരു സുബദ്ധമാക്കി മാറ്റുന്നു. അബദ്ധം താനിങ്ങനെ തെറ്റ് ചെയ്തെന്നുള്ളതാണ്. എന്താണ് ചെയ്ത തെറ്റെന്ന് ചോദിച്ചാൽ ദാവീദിന് ജനത്തെ എണ്ണാനായിട്ട് നിങ്ങൾ നേരത്തെ ഉള്ള രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിച്ചത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചേനെ. ദൈവം തോന്നിപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ചോദ്യവും ഞാൻ ചോദിക്കണം, ഉത്തരവും ഞാൻ പറയണം. അതെന്താ അങ്ങനെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് ദൈവം തോന്നിപ്പിച്ച കാര്യത്തെ സാത്താൻ ട്വിസ്റ്റ് ചെയ്തു വേറൊരു തരത്തിൽ. ഇതാണ് നമ്മുടെ ചിന്തയിൽ ദൈവത്തിൻ്റെ ആലോചനയും പിശാചിൻ്റെ ആലോചനയും വരുമ്പോൾ, ഞാൻ രാവിലെ എടുത്ത ക്ലാസ്സിൽ ഇത് പറയുന്നുണ്ടായിരുന്നു. അവർ മൈൻഡ്, അവർ തിങ്കിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടുപേരും അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. ദൈവത്തിൻ്റെ ആലോചനയും വരും, പിശാചിൻ്റെ ആലോചനയും വരും. അതിലേത് പിടിച്ചെടുത്ത് ഏത് എക്സിക്യൂട്ട് ചെയ്യുമെന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. അതാണ് രണ്ട് തരത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവം തോന്നിപ്പിച്ചു, സാത്താൻ തോന്നിപ്പിച്ചു. അപ്പം എ ടെസ്റ്റ് ക്യാൻ ബിക്കം എ ടെംപ്റ്റേഷൻ. നമുക്ക് ദൈവം അയച്ചൊരു പരിശോധന പലപ്പോഴും എന്തായിട്ട് മാറാം? ഒരു പ്രലോഭനമായിട്ട് മാറാം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം, സമയം തീർന്നത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന കാര്യം അതല്ല. ഏതാണെങ്കിലും ഒർന്നാൻ്റെ കളം വാങ്ങി. ഈ ഒർന്നാൻ്റെ കളം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ്? 2 ദിനവൃത്താന്തം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഒർന്നാൻ്റെ കളത്തിലാണോ യെരുശലേം ദേവാലയം പണിതേക്കുന്നത്? ദാവീദ് ദേവാലയം പണിയാനായിട്ട് സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞപ്പോൾ അതൊരു മലയല്ലായിരുന്നു. അവന് മലയുടെ മുകളിലല്ലേ ആലയം ഇരിക്കുന്നത്. ഈ ഒർന്നാൻ്റെ കളം എന്ന് പറയുന്നത് ഒരു മലയാണോ? വായിക്കണ്ട, ഒരു മിനിറ്റ് ഉത്തരം പറഞ്ഞിട്ട്. ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് ഞങ്ങളൊന്ന് ചോദിക്കാനിരിക്കുകയായിരുന്നു, ഒന്ന് അറിയേണ്ട കാര്യമായിരുന്നെന്നാണ്. നമുക്കൊന്ന് അറിഞ്ഞുകളെ. അതിന് വായിച്ചു 2 ദിനവൃത്താന്തം 3-1. അനന്തരം ശലോമോൻ യെരുശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോരിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിങ്കൽ ദാവീദ് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിയുവാൻ തുടങ്ങി. അപ്പം മോറിയമലയിലാണെന്നുള്ള കാര്യം പിടികിട്ടിയല്ലോ. ഒർന്നാന്റെ കളം സമം മോറിയമല. മോറിയമലയുടെ മുകളിലാണ് ദൈവം തൻ്റെ പിതാക്കന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത്. അത് ഒരു പ്രത്യേക സ്ഥലമായതുകൊണ്ടാണ് അവിടെ തന്നെ ദേവാലയം പണിയണമെന്ന് പറഞ്ഞത്. അവിടെ ഇപ്പോൾ ഇരിക്കുന്ന ദേവാലയം ശരി ദേവാലയമല്ല, അത് മാറിയിട്ട് ഇനിയൊരു ദേവാലയം വരാനുണ്ട്. ആ ആലയത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിലാണ് നമ്മുടെ കർത്താവ് വീണ്ടും വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇനിയും അടുത്ത പാഠത്തിലേക്ക് വരുമ്പോൾ, അതായത് ഇസ്രായേലിലേക്കൊക്കെ വരുമ്പോൾ, ഞാൻ ദേവാലയ ചരിത്രം നിങ്ങളെ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളതൊന്ന് പഠിക്കണം. ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ഹിസ്റ്ററി, എത്ര ആലയങ്ങളുണ്ട്, എവിടെയൊക്കെ അത് പണിതു. ഇപ്പോൾ ഇനി വൈകിയ വേളയിൽ അത് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ഏതാണെങ്കിലും ഒർന്നാൻ്റെ കളവും മോറിയമലയും 1 and the same. പിടികിട്ടിയല്ലോ. വാക്യങ്ങൾ ഏതൊക്കെയാണ്? 1 ദിനവൃത്താന്തം 21-28 സമം 2 ദിനവൃത്താന്തം 3-1. അതൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചോണം. ഇനി ഒരൊറ്റ കാര്യം കൂടെ മാത്രമേ നമുക്ക് 1 ദിനവൃത്താന്തത്തിൽ പഠിക്കാനായിട്ടുള്ളൂ. വാക്യങ്ങൾ രണ്ടും കിട്ടിയില്ലേ? 21-28, 2 ദിനവൃത്താന്തം 3-1 കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ഒർന്നാൻ്റെ കളം മോറിയമലയിൽ തന്നെയാണ്. മോറിയമലയുടെ മുകളിലാണ് ഈ ആലയം പണിതത്. അതുകൊണ്ടാണ് ഈ യെരുശലേം ദേവാലയത്തിന് വേണ്ടി ഇപ്പോഴും ഡിസ്പ്യൂട്ട് നടക്കുന്നത്. അത് യഹൂദന്മാർക്ക് പ്രധാനപ്പെട്ടതാണ്, ക്രിസ്ത്യാനികൾക്ക് പ്രധാനപ്പെട്ടതാണ്, മുസ്ലിമുകൾക്കും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾ പഠിക്കണം. സോ ഇപ്പം നമ്മുടെ വിഷയം അതൊന്നുമല്ല. അതൊരു സ്ട്രാറ്റജിക് പ്ലേസ്, ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ ഒരു സ്ഥലമാണ് യെരുശലേം ദേവാലയം. അതുപോലെ ആലയം തന്നെ അങ്ങനെ ഒരു സ്ഥലമാണെന്നുള്ള കാര്യം ഓർക്കുക. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞാൽ നമുക്ക് ക്ലാസ് തീരും. 22 മുതൽ 29 വരെയുള്ള അധ്യായത്തിൽ ആലയം പണിക്ക് വേണ്ടി ദാവീദ് വട്ടം കൂട്ടുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പണിതില്ല, പണിയാനായിട്ട് പല പല സാധനങ്ങൾ കളക്ട് ചെയ്ത് വെച്ചു. പണി നടത്തിയത് ആരാണ്? ശലോമോനാണ്. അപ്പോൾ എന്തെല്ലാം കളക്ട് ചെയ്തു എന്നുള്ളത് ഓടിച്ചൊന്ന് നോക്കുകയാണെങ്കിൽ 22-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ഇത് യഹോവയായ ദൈവത്തിന്റെ ആലയം, ഇത് ഇസ്രായേലിന് ഹോമപീഠം എന്ന് ദാവീദ് പറഞ്ഞു. അനന്തരം ദാവീദ് ഇസ്രായേൽ ദേശത്തിലെ അന്യജാതിക്കാരെ കൂട്ടിവരുത്തുവാൻ കൽപ്പിച്ചു. ദൈവത്തിന്റെ ആലയം പണിയുവാൻ ചതുരക്കല്ല് ചെത്തേണ്ടതിന് അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു. ദാവീദ് പടിവാതിൽ കഥകളുടെ ആണികൾക്കായിട്ടും കൊളുത്തുകൾക്കായിട്ടും വളരെ ഇരുമ്പും തൂക്കമില്ലാതെ വളരെ താമ്രവും അനവധി ദേവദാരും ഒരുക്കി വെച്ചു. അപ്പോൾ ഇനി വായിക്കണ്ട. അപ്പോൾ ആദ്യമായി മുഴുവൻ പറയുന്നത് തടി, കല്ല്, ആണി, ഇരുമ്പ്, സ്വർണം, വെള്ളി ഇതെല്ലാം കളക്ട് ചെയ്ത കാര്യമാണ്. പിന്നെ കണക്കൊക്കെ ഒന്ന് വായിച്ച് ഒരു പുസ്തകത്തിൽ കൂട്ടി എഴുതി വെക്കുക. 22 കഴിഞ്ഞ് 23-ാം അധ്യായത്തിൻ്റെ
1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ദാവീദ് വയോധികനും കാലസമ്പൂർണനുമായപ്പോൾ തന്റെ മകനായ ശലോമോനെ ഇസ്രായേലിന് രാജാവാക്കി. അവൻ ഇസ്രായേലിന്റെ പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും എല്ലാം കൂട്ടിവരുത്തി. ലേവ്യരിൽ 30 വയസ്സ് മുതൽ മേലോട്ടുള്ളവരെ എണ്ണി ആളെണ്ണം കാര്യം മനസ്സിലാക്കി കാണും. ആലയം മാത്രം ഉണ്ടായാൽ പോരാ. ആലയം ഉണ്ടായി കഴിയുമ്പോൾ ലേവ്യരായ പുരോഹിതന്മാരാണ് അവിടെ ശുശ്രൂഷിക്കേണ്ടത്. അവരെ ഒരുക്കി. ദാവീദിൻ്റെ ആ മെറ്റിക്കുലസ് പ്ലാനിങ്ങാണ് നിങ്ങൾ കാണേണ്ടത്. ഒരു കെട്ടിടം പണിതാൽ പോരാ. എളുപ്പമുള്ള കാര്യം കെട്ടിടം പണിയുക എന്നുള്ളതാണ്. ആളെ പണിയുന്നതാണ്. ആളുകൾക്ക് താല്പര്യമില്ലാത്തത് കെട്ടിടം പണിത് പോക്കാനാ, അല്ല താല്പര്യം ഉള്ളത് കെട്ടിടം പണിയാനാ. പക്ഷെ താല്പര്യമില്ലാത്തത് ജനത്തെ പണിയാനാ. പക്ഷെ ഇദ്ദേഹം കെട്ടിടം മാത്രമല്ല പണിതത്, ലേവ്യരായ പുരോഹിതന്മാരെ ഒരുക്കി. ലേവ്യരെ ഒരുക്കി 24-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ. അഹരോന്റെ പുത്രന്മാരുടെ കൂറുകളോ, അഹരോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസർ, ഈഥാമാർ. നാദാബും അബീഹുവും അവരുടെ അപ്പന് മുൻപേ മരിച്ചുപോയി. അപ്പം ലേവ്യരെ ഒരുക്കി, പുരോഹിതന്മാരെ ഒരുക്കി. അതാണ് 23-ാം അധ്യായത്തിൽ ലേവ്യർ, 24-ാം അധ്യായത്തിൽ പുരോഹിതന്മാർ. 25 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളിൽ നിങ്ങൾ കാണുന്നത് സംഗീതക്കാര്, ചുമട്ടുകാര്, പണിക്കാര്. കാരണം ആലയത്തിൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ പാട്ട് പാടാൻ ആൾ വേണം, സാധനങ്ങൾ ചുമന്നു മാറ്റാൻ, യാഗമൊക്കെ വരികയല്ലേ, ചുമന്നു മാറ്റാൻ ആൾ വേണം, കരിന്തിരി മുറിക്കാൻ ആൾ വേണം. ഇങ്ങനെ ആലയ സംബന്ധമായ എല്ലാ പണികൾക്കും വേണ്ട ആളുകളെയും ദാവീദ് എന്ത് ചെയ്തു? അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ കിട്ടിയാലെങ്കിലും വായിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറയുക. അപ്പം നമ്മൾ 22 മുതൽ 29 വരെ വായിക്കുമ്പോൾ ചുമ്മാ നമ്മൾ ചിന്തിച്ചു ആലയത്തിനുള്ള സാധനങ്ങളൊക്കെ സ്വരുക്കൂട്ടിയെന്ന് പറഞ്ഞപ്പം കുറേ കല്ലും ചതുരക്കല്ലും വെട്ടുകല്ലും കരിങ്കല്ലും മാർബിൾ കല്ലും കുറേ മരവും ആണിയും കൊളുത്തും അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ പ്രധാനമായിട്ട് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ലേവ്യരെ ഒരുക്കി, പുരോഹിതന്മാരെ ഒരുക്കി, പാട്ടുകാരെ ഒരുക്കി, ചുമട്ടുകാരെ ഒരുക്കി, പല പല ദൗത്യങ്ങൾ നിർവഹിക്കുവാനുള്ള എല്ലാവരെയും ഒരുക്കി. 28-29 അധ്യായത്തിൽ എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും ആരെ ഏൽപ്പിച്ചു? ശലോമോനെ. ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിരിക്കുന്നു, ഇനി ഈ ഉത്തരവാദിത്വം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? നിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് നീ അത് ഏറ്റവും മനോഹരമായിട്ട് നിർവഹിക്കണമെന്ന് പറഞ്ഞ് ശലോമോനെ ഏൽപ്പിച്ചു. അപ്പോൾ നമുക്ക് 1 ദിനവൃത്താന്തത്തിൻ്റെ പഠനം അവസാനിപ്പിക്കാം ഒരു വാക്യം വായിച്ചുകൊണ്ട്. 17:10 പുറകോട്ട് പോയി 17:10 വായിക്കാം. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കും, യഹോവ നിനക്കൊരു ഗൃഹം പണിയുമെന്നും. യഹോവ നിനക്കൊരു ഗൃഹം പണിയും. വൈ? ബിക്കോസ് നീ യഹോവയ്ക്കൊരു ഗൃഹം പണിയുവാൻ ഇത്ര താല്പര്യമെടുത്തു. ഈ താല്പര്യമാണ് ദൈവം കാണുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി വരണം പണിയണമെന്നുള്ളതല്ല. സീ ദ പ്ലാൻ ഓഫ് ഡേവിഡ്. ഇതാണ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള, ദൈവത്തിന് ബോധിച്ച പുരുഷൻ എന്ന് ദാവീദിനെ കുറിച്ച് പറയുന്നത്. ഏതായാലും പണിയാം, അപ്പോൾ ഇങ്ങനെ ആയിക്കോട്ടെ എന്നല്ല. അവനെ ഈ കൂട്ടി വെച്ചതിനൊന്നും കണക്കില്ലായിരുന്നെന്ന് കുറച്ച് കഴിയുമ്പോൾ ശലോമോൻ പറയും, ഇതെല്ലാം നോക്കിയിട്ട്. അതുപോലെ അവിടെ ശുശ്രൂഷ അർപ്പിക്കുവാൻ, പാട്ടുപാടുവാൻ, ശുശ്രൂഷകൾ ചെയ്യാൻ എല്ലാം ആളുകളെ ഒരുക്കി കഴിഞ്ഞപ്പോൾ അവൻ്റെ ആ ഹൃദയത്തിൻ്റെ വിശാലതയും അവൻ്റെ ആ താല്പര്യങ്ങളും എല്ലാം. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നതുണ്ടോ, ഞാൻ ഒരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു. എന്താണ്? അവൻ്റെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. അവൻ്റെ കൂടാരത്തിനകത്ത് 27-ാം സങ്കീർത്തനം വായിച്ചാൽ നിങ്ങൾക്കത് കാണാം. അപ്പോൾ അത് ശരിക്കുമുള്ളൊരാഗ്രഹമായിരുന്നു എന്നുള്ളത് ദൈവത്തിന് ബോധ്യപ്പെട്ടപ്പോൾ ദൈവം പറയുകയാണ്, യഹോവ നിനക്കൊരു ഗൃഹം പണിയും. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളിതൊക്കെ ഒന്നുകൂടെ വായിക്കണം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ദൈവം ശരിയാക്കി തരും. നമ്മുടെ കാര്യത്തിന് വേണ്ടി വ്യഗ്രതപ്പെടുന്നത് കൊണ്ടാണ് അതൊരു ഭാരമായിട്ടിരിക്കുന്നത്. ദാവീദിന് അതൊരു വിഷയമല്ല. ദാവീദിൻ്റെ ആകെ വിഷയമെന്ന് പറയുന്നത് ദൈവത്തിനൊരു ഗൃഹം, ആലയം പണിയണം, എൻ്റെയും അരമനയേക്കാൾ മനോഹരമായതൊരെണ്ണം പണിയണമെന്നുള്ളൊരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദൈവം പറഞ്ഞു, ഓക്കെ, ഐ വിൽ ബിൽഡ് എ ഹോം ഫോർ യു. ഞാൻ നിനക്കൊരു ഗൃഹം പണിയും. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ആലയം പണിയാം, ദൈവം നമ്മുടെ ആലയം പണിയും. നാം ദൈവത്തിൻ്റെ ആലയം പണിയുമ്പോൾ ദൈവം നമ്മുടെ ഗൃഹം പണിയും. നമ്മുടെ ഗൃഹം നമ്മൾ തന്നെ പണിയാൻ നോക്കിയാൽ ശരിയാകുകയല്ല. അത് ദൈവത്തിൻ്റെ ആലയം പണിയാൻ പോകുമ്പം ദൈവം നമ്മുടെ ആലയം പണിതോളും. നിങ്ങളുടെ ഉത്തരവാദിത്വം നിന്ന് ഒളിച്ചോടണമെന്നല്ല പറഞ്ഞത്, അതൊക്കെ ചെയ്യണം. എന്നാൽ ദൈവം അതെല്ലാം ചെയ്യാൻ വിശ്വസ്തൻ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, പിന്നെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. ദിനവൃത്താന്ത പുസ്തകത്തിനായിട്ട് സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ മഹനീയ പദ്ധതികൾക്കായിട്ട് സ്തോത്രം. ദാവീദിനെ ഓർത്ത് ഞങ്ങൾ നിൻ്റെ നാമത്തെ സ്തുതിക്കുന്നു. ദാവീദിൻ്റെ ഹൃദയത്തിൽ നീ കൊടുത്ത താല്പര്യങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ അത് പ്രചോദിപ്പിക്കുവാനും
ദാവീദിനെ പോലെ ദൈവത്തിനൊരാലയം പണിയുവാൻ തക്കവണ്ണം ഞങ്ങളാൽ ആവോളം കർത്താവെ അധ്വാനിക്കുവാൻ, സഭയാം ദൈവാലയം കർത്താവ് ദേശത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച് അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കർത്താവ് വളരെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുവാൻ തക്കവണ്ണം ഒരു വലിയ ആഗ്രഹം ഞങ്ങളുടെ ഹൃദയത്തിൽ ഈ ദിവസങ്ങളിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളുടെ ഗൃഹം പണിയുന്ന ദൈവമായതുകൊണ്ട്, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.